നമസ്കാരം. അബിൻ വർക്കിയെ പ്രസിഡന്റുമാക്കിയില്ല, വർക്കിംഗ് പ്രസിഡന്റുമാക്കിയില്ല. വർക്ക് ചെയ്യേണ്ടാത്ത പദവിയാണ് അബിന് ഒടുവിൽ കിട്ടിയത്. അതിനോട് വഴങ്ങേണ്ടെന്ന് ഐ ഗ്രൂപ്പ് ഉറപ്പിച്ചിരിക്കുന്നു. പരസ്യമായ വെല്ലുവിളിയല്ല. കസേരമോഹിയെന്ന് പഴി കേട്ടാൽ കേസ് തോറ്റുപോകും. അതുകൊണ്ടാണ് ആവശ്യത്തിനും അതിലധികവും വിനയം പ്രകടിപ്പിച്ചുള്ള അഭ്യർത്ഥന എന്ന അടവ് ഐ ഗ്രൂപ്പ് പുറത്തെടുത്തത്. എ ഗ്രൂപ്പിന്റെ അഭിജിത്തിനും കിട്ടി ദേശീയ സെക്രട്ടറി പോസ്റ്റ്. കേരളത്തിൽ നിന്ന് രണ്ടിനെയും പാക്ക് ചെയ്തെന്നർത്ഥം. അഭിജിത്തിനും എതിർപ്പുണ്ട്. പറയേണ്ടിടത്ത് പറയുമെന്ന് പറഞ്ഞും കഴിഞ്ഞു. എല്ലാം കെ സിയുടെ മായാജാലം. ആ മാന്ത്രിക വലയത്തിൽ ഇല്ലാത്തവരെല്ലാം പുറത്തെന്ന സ്ഥിതി. കെ സിയുടെ ആൾക്കാർക്ക് പ്രത്യേക പദവി തന്നെ ഉണ്ടാക്കുന്ന വിദ്യ യൂത്ത് കോൺഗ്രസിലൂടെ തുടങ്ങിവെച്ചിരിക്കുന്നു. ഇനി എന്തെല്ലാം കാണേണ്ടി വരും? എയും ഐയും ഓജസ്സും തേജസ്സും നഷ്ടപ്പെട്ട് അപ്രസക്തമാകുന്നോ? ഇനി കേരളത്തിലെ കോൺഗ്രസിൽ കെ സി കാലമോ? ക്രിസ്ത്യൻ രക്തമല്ല, കോൺഗ്രസ് രക്തമാണ് തന്റേതെന്ന് അബിന് പറയേണ്ടി വന്നത് അതുകൊണ്ടാണോ? എല്ലാം നേടിയെടുക്കുക കെ സി രക്തമെന്ന പുതിയ ബ്ലഡ് ഗ്രൂപ്പോ? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ എന്നെ ക്രിസ്ത്യാനിയാക്കിയോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് സഹയാത്രികൻ എൻ ശ്രീകുമാർ, ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്, രാഷ്ട്രീയ നിരീക്ഷകൻ മോഹൻ വർഗീസ്, ഇടത് നിരീക്ഷകൻ ലാൽകുമാർ എന്നിവർ സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം ശ്രീ എൻ ശ്രീകുമാർ, അബിൻ വർക്കിക്ക് ഇങ്ങനൊരു നിസ്സഹായ അവസ്ഥ ഉണ്ടായത് ആരുടെ സൃഷ്ടിയാണ്? അല്ല, അബിൻ വർക്കിക്ക് എന്ത് നിസ്സഹായാവസ്ഥയാണ് ഉണ്ടായത്? അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് കേരളത്തിൽ തന്നെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് പറഞ്ഞതിൻ്റെ പശ്ചാത്തലം ആദ്യം വേണമെന്ന് മനസ്സിലാക്കണം. കാരണം നമ്മൾ കുറേ കാലമായിട്ട് ഈ കേരളത്തിലെ രാഷ്ട്രീയം കാണുന്നവരാണല്ലോ. ഇവിടെ 8-9 വർഷമായിട്ട് പിണറായി ഗവൺമെൻറ് അധികാരത്തിലുണ്ട്. അപ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ യൂത്ത് കോൺഗ്രസിനെയും കെ എസ് യുവിനെയും വല്ലാതെ ദ്രോഹിക്കുന്നുണ്ട് പോലീസിനെ ഉപയോഗിച്ചിട്ട്. മാത്രമല്ല DYFIക്കാരും പോലീസ് സഹായത്തോടെ യൂത്ത് കോൺഗ്രസിനെ ആക്രമിക്കുന്ന ഘട്ടം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പോരാട്ടം തീവ്രമായി കൊണ്ടുപോകാനായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സമരമുഖത്ത് നിൽക്കുന്ന പോരാളികൾക്ക് ആഗ്രഹമുണ്ടാവും. അതൊരു വാശിയും അതൊരു ആവേശവുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ നിന്നും മാറി ദേശീയ തലത്തിൽ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ ചുമതല ഏറ്റെടുത്താൽ അവിടുത്തെ സംഘടനാപരമായ കാര്യങ്ങൾ മാത്രമേ നോക്കേണ്ട കാര്യമുള്ളൂ. അതായത് ഇപ്പോൾ ദീപാദാസ് മിശ്ര കേരളത്തിൽ വന്നിട്ട് സംഘടനാ കാര്യം നോക്കുന്നത് പോലെ അവിടെ പോയിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ കാര്യം നോക്കേണ്ട കാര്യമേ ഉള്ളൂ. മറിച്ച് ഇവിടെയാണെങ്കിൽ ഈ ഒരു ആവേശം എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ 2-3 ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ജയിക്കുന്നു. മാത്രമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസക്തി ഏറുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളെ യൂത്ത് കോൺഗ്രസിൻ്റെ മാത്രം നേതാക്കളെ CPM കോർണർ ചെയ്ത് ആക്ഷേപിക്കുന്നു, അധിക്ഷേപിക്കുന്നു, ആക്രമിക്കുന്നു. അവരെ ഷാഫി പറമ്പിലും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ അബിൻ വർക്കിയും ഉൾപ്പെടെയുള്ള നേതാക്കളെ എന്തോ ഒരു ഭയത്തോടെ വീക്ഷിക്കുന്നു. CPMൻ്റെ നേതാക്കൾ മുതൽ SFIക്കാർ വരെ ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മാത്രം ലക്ഷ്യം വെച്ച് പ്രസ്താവനകൾ നടത്തുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എങ്കിൽ പിന്നെ കേരളത്തിൽ നിന്ന് തന്നെ ഈ പിണറായി ഗവൺമെൻറ്റിനെ കാണിച്ചു കൊടുക്കാൻ ഒരു വാശി വരും. ആ വാശിയുടെ അടിസ്ഥാനത്തിലാണ് അബിൻ വർക്കിയുടെ അഭ്യർത്ഥന. ആ അഭ്യർത്ഥന KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ ദേശീയ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാം, അത് കുഴപ്പമില്ല. അദ്ദേഹം ഒരു അഭ്യർത്ഥന നടത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ അഭ്യർത്ഥന നടത്താൻ എന്നൊരു പത്രസമ്മേളനം നടത്തിയപ്പോൾ നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു. ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അദ്ദേഹം ക്രിസ്ത്യാനിയുടെ കാര്യം ചോദിച്ചപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ആദ്യം കേൾപ്പിച്ചത് തന്നെ ഉദാഹരണമാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെയാണ് പറഞ്ഞത്. ക്രിസ്ത്യാനിയാണോ മറ്റേന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഉത്തരവൊക്കെ പറഞ്ഞു. പിന്നെ നമുക്കിത് ചർച്ചയാക്കാം. കാരണം എന്താണെന്നറിയോ വേണു, അതായത് യൂത്ത് കോൺഗ്രസിന് ഒരു ഗ്ലാമറുണ്ട്. ആ ഗ്ലാമർ എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടായ ഗ്ലാമറല്ല, അത് പണ്ടേ ഉണ്ടായൊരു ഗ്ലാമറാണ് യൂത്ത് കോൺഗ്രസ്. ഒരു സമ്മർദ്ദ ഗ്രൂപ്പായിട്ട് 60കളിൽ വന്നു. പിന്നീട് അതിനുശേഷം ഒരു ഘട്ടത്തിൽ അതൊന്ന് പിന്നാക്കം പോയി. പക്ഷേ വീണ്ടും ഈ പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉയർന്നു വരുന്നു. ആക്ഷേപം കേട്ടിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ ആക്ഷേപം കേട്ടിട്ടുണ്ട്. പ്രത്യേക സാഹചര്യം ഇപ്പോൾ വന്നതിൻ്റെ കാരണം നമുക്കറിയാം, അതൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ ഗ്ലാമർ യൂത്ത് കോൺഗ്രസിൽ പോയിട്ടില്ല. നമ്മളിപ്പോൾ നോക്കൂ, DYFIയുടെ ഭാരവാഹികളെ നിശ്ചയിക്കുമ്പോൾ ആരെങ്കിലും ചർച്ച ചെയ്യാറുണ്ടോ? SFIയുടെ ഭാരവാഹികൾ ആരെങ്കിലും ചർച്ച ചെയ്യാറുണ്ടോ? നമ്മുടെ യൂത്ത് ഫ്രണ്ട് ചർച്ച ചെയ്യാറുണ്ടോ? യുവമോർച്ച ചർച്ച ചെയ്യാറുണ്ടോ? ഇല്ല. പക്ഷേ എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ചർച്ച ചെയ്യുന്നു? അതിനാ ഒരു ഗ്ലാമർ ഉള്ളതുകൊണ്ടാണ്. അധികാരവും ഇല്ല, ഒന്നുമില്ല, പക്ഷെ നോക്കൂ ആ ഗ്ലാമർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്രിസ്ത്യാനിയുടെ കാര്യം പറയാം, ഈഴവൻ്റെ കാര്യം പറയാം, നായരുടെ കാര്യം പറയാം, ഒക്കെ പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് ജനങ്ങൾക്കും ഇതൊരു ബാധിക്കുന്ന പ്രശ്നമല്ല,
പ്രവർത്തകരെയും ബാധിക്കുന്ന പ്രശ്നമല്ല. ഇത് നേതാക്കൾക്കിടയിൽ ഒരു ഭിന്നസ്വരം വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അംഗീകരിക്കുക തന്നെ വേണം. പക്ഷേ അത് സംഘടനാപരമായ കാര്യത്തിൽ അവിടെ ഒതുങ്ങി നിൽക്കും, അല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം VM സുധീരൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ആയത് ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ്. VM സുധീരൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 50 വർഷമായി. അതിന് ശേഷം അന്ന് ഒരൊറ്റ വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നുള്ളൂ സുധീരൻ്റെ കാലത്ത്. അപ്പോൾ സുധീരനെ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കിയപ്പോൾ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. അത് ഞാൻ അവിടെ പറയാൻ കാരണം അതാണ്. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന VM സുധീരൻ MP ആയ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയപ്പോൾ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ആ രാജിവെച്ചിട്ട് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തു. എന്നിട്ട് ഇവിടുത്തെ ഏക വൈസ് പ്രസിഡൻ്റാണെന്നുള്ളൂ AK ശശീന്ദ്രൻ, അദ്ദേഹത്തെ പ്രസിഡൻറ്റുമാക്കി. അതിനുശേഷം പിന്നെ KC ജോസഫ് വന്നു. പിന്നെ ഇങ്ങനെ കുറേ നോമിനേഷനാണ് വന്നത്. അപ്പോൾ VM സുധീരൻ ഒരു VM സുധീരൻ്റെ കാലത്ത് എഴുതി ചേർക്കാവുന്ന കാര്യം തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന പ്രസിഡന്റ്, അവസാനത്തെ പ്രസിഡന്റ് എന്ന് പറയാം. അതിനുശേഷം വന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം അന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമാണ്. ഈ തെരഞ്ഞെടുപ്പിനെ VM സുധീരൻ അടക്കം വിമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പിനോടെ കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസിനോട് താല്പര്യമുള്ള, അപ്പം ഞാനും അതെ, ഞാനൊരു പത്രപ്രവർത്തകനാണെങ്കിലും ഞാനും ഈ തിരഞ്ഞെടുപ്പ് രീതിയോട് യോജിക്കുന്ന ഒരാളല്ല. പക്ഷേ ഇതുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഗുണമൊക്കെ ഉണ്ട്, അത് വേറെ ചില കാര്യങ്ങളാണ്, അത് ഇവിടെ ചർച്ചാ വിഷയമല്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഒരു പ്രത്യേക സാഹചര്യം ഇപ്പോൾ വന്നു കേരളത്തിൽ. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ടി വന്നു ആദ്യമായിട്ടാണ് കേരളത്തിൽ. അപ്പോൾ അതിന് ചെയ്യേണ്ട എന്താണ്? അത്തരമൊരു സാഹചര്യത്തിൽ ചില പ്രത്യേക തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വർക്കിംഗ് പ്രസിഡന്റ് വേണ്ടി വരും, ചിലപ്പോൾ വൈസ് പ്രസിഡന്റുമാരുടെ എണ്ണം കൂട്ടേണ്ടി വരും. അപ്പോൾ ചില നേതാക്കളെ ദേശീയാടിസ്ഥാനത്തിലേക്ക് മാറ്റേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടി വരും. അങ്ങനെ നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് OJ ജനീഷ് പ്രസിഡൻ്റായത്. അപ്പോൾ OJ ജനീഷ് പ്രസിഡൻ്റ് ആകുമ്പോൾ അതിലും നമ്മളുടെ മുന്നിൽ ഇപ്പോൾ സമരമുഖത്താണെങ്കിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിന്ന ഒരാൾ അബിൻ വർക്കിയാണ്, സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. പക്ഷേ അപ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ എതിരാളികൾക്ക്, അതായത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ ചില പ്രത്യേക ആളുകളെ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസിനെ ഉപദ്രവിക്കാനായിട്ട് നിയോഗിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ അവർക്ക് എന്തിനാണ് പടി കൊടുക്കുന്നത്? കോൺഗ്രസിനുള്ളിൽ തർക്കമൊക്കെ ഉണ്ടാവും, അത് കോൺഗ്രസിനുള്ളിൽ പരിഹരിച്ചാൽ മതിയല്ലോ. പക്ഷേ പുറത്തൊരു തർക്കം വരുത്തേണ്ട കാര്യമില്ലല്ലോ, ഒരു ആക്ഷേപം ഉന്നയിക്കേണ്ട കാര്യമില്ലല്ലോ, ഒരു പരാതി ഉന്നയിക്കേണ്ട കാര്യമില്ലല്ലോ, ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് OJ ജനീഷിനെ പ്രസിഡൻ്റായി. അതായത് തുല്യരായ ഒരു പിടി നേതാക്കൾ, ഒരു 10 നേതാക്കൾ തുല്യരാ. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലെ 10 നേതാക്കളെ അതിലൊരാളെ ഒന്നാമനാക്കി. അതാണ് OJ ജനീഷിനെ പ്രസിഡന്റ് ആക്കിയതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ശരി, ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ ഈ ഒരു നിസ്സഹായതയും ഇല്ല എന്ന് ശ്രീ N ശ്രീകുമാർ അബിൻ വർക്കിയെ പറ്റി പറയുന്നതാണോ യാഥാർത്ഥ്യം? ഇനി ഇത് നാം ചർച്ച ചെയ്യുന്നത് ഇത് DYFIക്കും ഈ പറയുന്ന യൂത്ത് ഫ്രണ്ടിനും യുവമോർച്ചയ്ക്കൊന്നും ഇല്ലാത്തൊരു ഗ്ലാമർ പരിവേഷം ഈ സംഘടനയ്ക്ക് സവിശേഷമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണോ? മൂന്നാമതായി, അദ്ദേഹം ആകെ സമ്മതിച്ചിരിക്കുന്നത് സംഘടനയ്ക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന ഒരു കാര്യം മാത്രമാണ്. അതുപോലും എങ്ങനെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത് എന്നതും അങ്ങ് ശ്രദ്ധിച്ചല്ലോ. അത് കോൺഗ്രസിലെ സംഘടനാ വിഷയം മാത്രമായി ചുരുങ്ങുമെന്ന്. കോൺഗ്രസിലെ സംഘടനാ വിഷയം എങ്ങനെയാണ് ചുരുങ്ങുക? കോൺഗ്രസിലെ സംഘടനാ വിഷയം ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്ന രൂപത്തിൽ അതിൻ്റെ തിരികുറ്റിയായി മാറിയ തീരുമാനമല്ലേ ഈ അബിൻ വർക്കിയെ അവഗണിച്ചത്? തീർച്ചയായും ശ്രീ വേണു, ശ്രീ N ശ്രീകുമാർ പറഞ്ഞ ഒരു ന്യായീകരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ മോഡിൽ മാത്രമാണ് കാണുന്നത്. കാരണം അദ്ദേഹം കോൺഗ്രസ് സഹയാത്രികനാണ്. കോൺഗ്രസ് പാർട്ടിയുടെ പുറത്ത് നിന്നുകൊണ്ട് ആ ഒരു കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ നിഷ്പക്ഷമായി പ്രത്യേകിച്ച് വാല്യൂ ആഡഡ് അല്ലാതെ നിരീക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ കാണുന്നൊരു പ്രവണതയുണ്ട്. മറ്റ് പാർട്ടികളിൽ പ്രത്യേകിച്ച് കെയ്ഡർ സ്വഭാവമുള്ള ഇടതുപക്ഷ കക്ഷികളിലോ BJPയിലോ ഒന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു പബ്ലിക് പൊസിഷനിങ് ഇവിടെ കാണുന്നു. അത് ഈ അബിൻ വർക്കി വാർത്താ മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് പറയുകയാണ്, തങ്ങളുടെ സംഘടനാ നേതൃത്വത്തോട് പറയാനുള്ള കാര്യങ്ങൾ അങ്ങനെ പറയുകയാണ്. യഥാർത്ഥത്തിൽ ഒരു പാർട്ടി നേതാവ് അല്ലെങ്കിൽ ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ തനിക്ക് ആഗ്രഹിക്കുന്ന സ്ഥാനം ലഭിക്കാതെ വരുമ്പോൾ പറയേണ്ടത് പാർട്ടി വേദികൾക്കകത്താണ്. പക്ഷെ പുറത്ത് പറയുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദം പാർട്ടി നേതാക്കൾ ശ്രദ്ധിച്ചുകൊള്ളും എന്ന് പറയുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായ ഒരുപക്ഷെ N ശ്രീകുമാർ പോലും അതിനോട് യോജിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല.
രണ്ടാമത്തെ കാര്യം, ഈ യൂത്ത് കോൺഗ്രസിനുണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു ഗ്ലാമർ പരിവേഷത്തെക്കുറിച്ചാണ് ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞത്. തീർച്ചയായും യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് വരുന്നവർ സാധാരണഗതിയിൽ മുകളിലേക്കുള്ള അപ്വേർഡ് മൊബിലിറ്റി ഉണ്ട്. ഒരുപക്ഷെ KPCC പ്രസിഡന്റാകും, ഇനി മുഖ്യമന്ത്രി പദവിയിലേക്കൊക്കെ ഭാവിയിലെത്താൻ സാധ്യതയുള്ള മുഖങ്ങൾ തന്നെയാണ്. തീർച്ചയായും കാര്യക്ഷമതയുള്ള ഒരു ചെറുപ്പക്കാരനാണ് അബിൻ വർക്കി, യാതൊരു സംശയവുമില്ല. അദ്ദേഹം ഈ നൂലിൽ കെട്ടി ഇറക്കി താഴെ വന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റായ ആളല്ല. ഞാൻ വരാം ശ്രീ മോഹൻ വർഗീസ്. ഒരു സാങ്കേതിക പ്രശ്നമുണ്ടെങ്കിൽ കാണാൻ കഴിയുന്നില്ല എന്താണ്, ആ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം അങ്ങിലേക്ക് വരാം. ശ്രീ എൻ ലാൽകുമാർ, ഇവിടെ അബിൻ വർക്കി ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. അത് എത്രമാത്രം കോൺഗ്രസിന് ഭൂഷണമാണ് എന്നറിയില്ല. അതൊരു അലങ്കാരമാണെങ്കിൽ അത് കോൺഗ്രസ് എടുത്ത് ധരിക്കട്ടെ. ശ്രീ എൻ ശ്രീകുമാർ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ അത് ആ രൂപത്തിലായിരിക്കാം വ്യാഖ്യാനിക്കാനും പോകുന്നത്. എന്തായാലും ഇവിടെ ആർക്കും ബോധ്യപ്പെടാത്ത രൂപത്തിലുള്ള ഒരു ആശങ്ക മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു, ഇത് കേൾക്കുന്നവർക്കെല്ലാം മനസ്സിലാകും, അബിൻ വർക്കി നടത്തിയ ഒരു പ്രതികരണം. അദ്ദേഹം ക്രിസ്ത്യാനിയായി പോയതുകൊണ്ടാണോ ഇങ്ങനെ ഒരു അവഗണന നേരിടേണ്ടി വന്നത്? അങ്ങനെയെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടത് നേതൃത്വമാണ് എന്ന് അബിൻ വർക്കി പറയേണ്ട സാഹചര്യം ആര് സൃഷ്ടിക്കുന്നതാണ്? ഇപ്പോൾ ഇത് നടാടെയല്ല. നേരത്തെ ഒരിക്കൽ ഇതുപോലെ തന്നെ വിലപിക്കുന്നത് കേട്ടു ഇതേ അബിൻ വർക്കിയുടെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല. അന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ശ്രീ ലാൽകുമാർ അറിയുന്നതാണ്, എന്നെ നായരായി ബ്രാൻഡ് ചെയ്യാൻ ശ്രമിച്ചു എന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ ഈ പറയുന്ന ഒരു പദവിയും ഉമ്മൻചാണ്ടി സർക്കാരിൽ ഏറ്റെടുക്കില്ല എന്ന നിലപാടിലേക്ക് രമേശ് ചെന്നിത്തല മാറുന്നത് നമുക്കറിയുന്നതാണ്. അബിൻ വർക്കിയും ഇപ്പോൾ പറയുന്നത് ഞാൻ ക്രിസ്ത്യാനിയാണ് എന്നതാണോ എൻ്റെ പിഴവ്, ഞാനൊരു സാധാരണ പ്രവർത്തകനായി കേരളത്തിൽ ജീവിച്ചു പോയിക്കോട്ടെ. ഇങ്ങനെ ഒരു നിലപാടിലേക്ക് ഐ ഗ്രൂപ്പിൻ്റെ മുതിർന്നവർക്കായാലും ഇപ്പോഴുള്ള ഈ യുവരക്തത്തിനായാലും ചുരുങ്ങിപ്പോകേണ്ടി വരുന്നത് എന്തുകൊണ്ട്? അബിൻ വർക്കിയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സത്യത്തിൽ വളരെ ഗൗരവമുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇപ്പം ക്രിസ്ത്യാനിയായി പോയത് അദ്ദേഹത്തിനൊരു ന്യൂനതയാകുന്നത് എന്താ? കാര്യം എന്താ? കാരണം KPCC പ്രസിഡന്റിനെ ആ പൊസിഷനിലേക്ക് ചില മതസ്ഥർ റെക്കമെൻഡ് ചെയ്ത് ഇന്ന ആൾ തന്നെ വേണം, ഇന്ന മതത്തിൽപ്പെട്ട ആൾ, ഇന്ന ആ മതത്തിനകത്തെ സബ് ഡിവിഷൻ, ആ സെക്ടൂടെ തീരുമാനിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെയാണ് KPCC അധ്യക്ഷനുണ്ടാകുന്നത്. ഞാൻ ആ ഇരിക്കുന്ന ആളുടെ പദവിയോ അല്ലെങ്കിൽ ആ ഇരിക്കുന്ന ആളുടെ വിലയോ കുറച്ച് കാണാൻ ശ്രമിക്കുന്നതല്ല. സണ്ണി ജോസഫിനെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹം ആ പൊസിഷനിലേക്ക് വന്നത് പുറത്തു നിന്നുള്ള ഒരു പ്രഷറാണ്. കാര്യം സംസ്ഥാന വ്യാപകമായി അല്ലെങ്കിൽ സംസ്ഥാനത്ത് മൊത്തം ഉടനീളം അറിയപ്പെടുന്നൊരു നേതാവല്ല സണ്ണി ജോസഫ്. അത് മറ്റാൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. സണ്ണി ജോസഫ് കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഇങ്ങനെ കൊണ്ടുവരുന്നതിന് തന്നെ കാരണം നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ തന്നെ നമ്മൾ പറഞ്ഞാണ്, ബെന്നി ബെഹനാനെ പോലും ആക്കാതെ സണ്ണി ജോസഫിനെ ആക്കിയതിൻ്റെ രാഷ്ട്രീയ ചരിത്രം നമുക്കറിയാം. അപ്പോൾ അത് ഒക്യുപ്പൈ ചെയ്തുകൊണ്ടാണ് ഇപ്പം ക്രിസ്ത്യാനി ആയത്. ഇപ്പം KPCC പ്രസിഡന്റ് ക്രിസ്ത്യാനി, ബാക്കിയുള്ളവരെല്ലാം ക്രിസ്ത്യാനി. അപ്പോൾ ഇനി പറഞ്ഞ പോലെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു. ആ സമവാക്യം ക്ലിയർ ആക്കുക എന്നുള്ളതാണല്ലോ പ്രശ്നം. ഇതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം. ഒന്ന്, ഇവിടെ എന്താ സംഭവിച്ചത്? ഇവർ പറയാൻ ആൾക്കാർ വിശദീകരണങ്ങൾ പലതും തരുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് വളരെ വിശദീകരണത്തിനകത്ത് ഇവിടെ സംഭവം എന്താ നടന്നിരിക്കുന്നത് ഞാൻ പറയാം. ഒരു ശബ്ദം ഇടയ്ക്ക് കയറി വന്നു, അതുകൊണ്ടാണ് കേട്ടോ. എന്താണ് സംഭവിച്ചത്? ഈ പറയുന്ന KC വേണുഗോപാലും ഈ പറയുന്ന രമേശ് ചെന്നിത്തല, VD സതീശൻ, ഈ 3 പേരാണല്ലോ, ഈ ട്രയോസാണ് കേരളത്തിലുള്ളത്. അബിൻ വർക്കി എന്ന് പറയുന്ന ആള് രമേശ് ചെന്നിത്തലയുടെ നോമിനിയാണ്. ആ രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്ത ഇൻഡയറക്റ്റായിട്ടോ ഡയറക്റ്റായിട്ടോ കൊടുത്ത ഇടിയാണ്, KC വേണുഗോപാലിൻ്റെ ചെലവിൽ കൊടുത്ത ഇടിയാണ് അബിൻ വർക്കി ഇപ്പം നേരിടുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു സ്കേപ്പ് ഗോട്ടായെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. നോക്കൂ, ഞാൻ പുറത്തു നിൽക്കുന്ന ഒരാളാണ്, ഞാൻ ഇങ്ങനെ പറയേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒരു ചെറുപ്പക്കാരൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ കയറി ഇടപെട്ട് ഏറ്റവും നല്ല രീതിയിൽ അദ്ദേഹം സംസാരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അയാളെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഇവിടെ വരുന്നതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറയുന്നത്. എനിക്കിപ്പോൾ അയാളുടെ രാഷ്ട്രീയ ഭാവി നശിച്ചാൽ എനിക്ക് എന്ത് നേട്ടം ഉണ്ടാവും, എനിക്ക് ഇച്ചിരൂടെ നേട്ടമല്ലേ എന്ന് വെച്ചാൽ അങ്ങനല്ല ഒരു പൊതുപ്രവർത്തന രംഗത്തിൽ ആൾക്കാർ നിൽക്കേണ്ടത്. നമ്മൾ എതിർകക്ഷിയിലുള്ള ആളാണെങ്കിലും മെച്ചപ്പെട്ട് തന്നെ വരണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ മറ്റൊരു ചർച്ചയിൽ ഇത് തന്നെയാണ് പറഞ്ഞത്. എനിക്കതിനകത്ത് ഒരു മാറ്റമുള്ളൊരു ആളല്ല. ഇവിടെ സംഭവിച്ചത് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ഇടി കൊടുക്കണം. അത് കൃത്യമായി നടന്നു. ഈ പറയുന്ന എല്ലാ സന്ദർഭങ്ങളിലും ഇവർ നോക്കിക്കൊണ്ടിരുന്ന കാര്യം അത് തന്നെയാണ്. VD സതീശൻ്റെ നിലപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. VD സതീശൻ ഇന്ന് പറഞ്ഞിരിക്കുന്നു അത് കുഴപ്പമൊന്നുമില്ല. ഇതിനു മുമ്പ് എന്തേലും പറഞ്ഞായിരുന്നോ VD സതീശൻ? VD സതീശൻ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. അതേ സ്ഥാനത്ത് രമേശ് ചെന്നിത്തല ആരാകും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി
ഇദ്ദേഹത്തെ അബിൻ വർക്കിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം റിപ്ലൈ തന്നത്. വേറെ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല, അബിൻ വർക്കിയെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. ഈ പറയുന്ന KC വേണുഗോപാലും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ഇവർ കോക്കസായി മാറി. കാര്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വിഷയം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഡെവലപ്പ് ചെയ്തതിന് ശേഷം സംഭവിച്ചത് VD സതീശൻ ഇവരുടെ ഒരു ശത്രുപക്ഷത്തേക്ക് മാറുന്നൊരു സാഹചര്യം വന്നിട്ടുണ്ട്. ആ ശത്രുപക്ഷത്തിലേക്ക് മാറുന്ന സാഹചര്യം വന്നു കഴിയുമ്പം ഇവർക്ക് VD സതീശനും ഇഷ്ടമില്ലാത്ത ഒരാളായി മാറി. അങ്ങനെ ഉണ്ടായ ഒരു കോക്കസാണിത്. ആ കോക്കസിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ശതമാനം പോലും സംശയമില്ല. പിന്നെ ശ്രീമാറിയേട്ടൻ പറഞ്ഞു വന്നിട്ടിരുന്ന കാര്യങ്ങൾ എന്താ? ശ്രീമാറിയേട്ടൻ പറഞ്ഞു വന്നിരിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസിന് വലിയ യൂത്ത് കോൺഗ്രസിന് പ്രാധാന്യമുണ്ട്. യൂത്ത് കോൺഗ്രസിന് എല്ലാ കക്ഷികൾക്കും പ്രാധാന്യമുണ്ട്, ഇല്ലെന്നൊന്നും ആരും പറഞ്ഞില്ല. ഓഫീസ് ഓക്യുപ്പൈ ചെയ്യുന്ന ആളെ ആൾക്കാർ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യും. അയാളുടെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ബെറ്ററുമാണ്. ആ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ബെറ്റർ ആയതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇയാളുടെ പൊളിറ്റിക്കൽ ഫ്യൂച്ചറിനെ നശിപ്പിക്കാനായിട്ടുള്ള ഇടപെടലാണ് നടത്തിയത്. ഇന്ന് നോക്കൂ, വേണിച്ചേട്ടൻ നോക്കൂ, സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുന്നത് എന്താ? പുറത്തു പോയി നിന്നായാലും പ്രവർത്തിക്കാമല്ലോ. സണ്ണി ജോസഫ് എപ്പോഴാണ് ഇതിനു മുമ്പ് പുറത്തു പോയി നിന്ന് കേരളത്തിലെ കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്? നോക്കൂ, നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു ലോക്കസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ പ്രവർത്തിക്കുന്നു, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ദേശീയമാണെന്ന് പറയുന്നതും കേരളമാണെന്ന് പറയുന്നതും കേരളത്തിൽ അടിയുറച്ച് സാധാരണക്കാരിൽ പ്രവർത്തിച്ച് ഒരു വേരുള്ള നേതാവാകണമെങ്കിൽ ഇവിടെ തന്നെ നിൽക്കേണ്ടതായിട്ടുണ്ട്. അതിന് എനിക്കൊരു സംശയമില്ല കാര്യത്തിൽ. അതിന് AICCയുടെ ഒരു കേട്ടിട്ടില്ലാത്തൊരു പേര് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ അദ്ദേഹം ദേശീയ നേതാവാണ്. എന്താ ദേശീയ നേതാവ്? ഈ പറഞ്ഞല്ലേ, ഒരു കാലത്ത് ദേശീയ നേതാവായിരുന്നു, കേരളത്തിൽ എപ്പോഴും ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു, വടക്കൻ എന്ന് പറഞ്ഞൊരാൾ അല്ലേ. ഞാൻ ആളെ ഡിസ്റെസ്പെക്ട് ചെയ്ത് പറയുന്നതല്ല. അദ്ദേഹം പിൽക്കാലത്ത് BJP പോയി. ഇങ്ങനെ കുറേ പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണ്, നാഷണൽ ടെലിവിഷനിൽ പോകുന്നു, 4, 3, 7 പേരെ പുള്ളി കൂട്ടിയാൽ കൂടത്തില്ല. ദേശീയ നേതാവിന് സംഭവിക്കുന്ന ഒരു ഭാവിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു പൊതുപ്രവർത്തൻ്റെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമായിട്ട് ഇങ്ങനെ പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് എന്താ? അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മലത്തിക്കളെ ഒന്നും നടക്കാം. ഇദ്ദേഹത്തെ ചെയ്യാൻ പോകുന്നത് ഒതുക്കാനുള്ള ആദ്യത്തെ പ്രോസസ്സാണ് ഈ നടന്നിരിക്കുന്നത്. അത് രമേശ് ചെന്നിത്തലയ്ക്കുള്ള മെസ്സേജാണ്. രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ച കാർഡുകൾ രമേശ് ചെന്നിത്തല കുറച്ച് നാളുകളായി നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. വാർത്താ സമ്മേളനം നടത്തുന്നതിനകത്ത് പോലും രമേശ് ചെന്നിത്തല ആദ്യം വാർത്താ സമ്മേളനം നടത്തുന്നു, സതീശൻ നടത്തി കഴിഞ്ഞാൽ ഉടനെ നടത്തുന്നു. അതായത് ചീഫ് മിനിസ്റ്റർഷിപ്പിന് ഒരു ക്ലെയിം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല. ആ ക്ലെയിമിനെ നിപ്പിംഗ് ഫ്രം ദ ബഡ് എന്ന് പറയുന്നത് പോലെ ആ മുളയിലെ നുള്ളി അങ്ങ് കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയ്ക്കുള്ള ഒരു വലിയ അടിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ പിന്നെ ഇവിടെ വന്ന് അടുത്തൊരു ഡിബേറ്റ് ഞാൻ പല ആൾക്കാരിൽ നിന്ന് കേട്ട പോയിന്റുകളാണ്. ഈ പറയുന്ന ആൾക്കാർ പോയാൽ, പ്രസിഡന്റ് പോയാൽ ഉടനെ വൈസ് പ്രസിഡന്റ് ആകണം എന്ന് ആര് പറഞ്ഞു? നോക്കൂ, അബിൻ വർക്കി പറയുന്നത് എന്താ? എനിക്ക് വൈസ് പ്രസിഡന്റായി എനിക്കിവിടെ പ്രവർത്തിച്ചാൽ മതി എന്നാണ് പറയുന്നത്. പ്രസിഡന്റ് ആണെന്ന് അയാൾ പറയുന്നില്ല, അതും കൊടുക്കുന്നില്ല. ഈ പറയുന്ന സ്ഥാനത്തിനൊന്നും വലിയ പ്രാധാന്യം ഇല്ലെങ്കിൽ പിന്നെ എന്നാൽ അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കുക, വലിയ പ്രശ്നമുള്ള കാര്യമല്ല. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ലെങ്കിൽ അദ്ദേഹത്തെ ആക്ക്. ഇതൊന്നുമല്ല, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിന് പ്രാധാന്യമുണ്ടോ? ഉണ്ട്. കുറേ നാളുകൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് നടത്തി അവർ ആളെ സെലക്ട് ചെയ്തതാണ്. അതിനകത്ത് തന്നെ കള്ളയോട്ടും ഈ പറയുന്ന എല്ലാം കൂടെ ചേർന്നാണ് നേരത്തെ ജയിച്ച ആൾ ജയിച്ചതെന്നുള്ള വിമർശനം കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ട്. അത് ഒരു കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ വോട്ടർ പട്ടിക തന്നെ മൊത്തം ഫോൾസ് ആണെന്നുള്ള രീതിയിൽ ഒരു കോടതി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അതൊരു വാർത്ത തന്നെ ഞാൻ മീഡിയയിൽ കണ്ടു. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു മോശമായ അന്തരീക്ഷത്തിൽ ഈ പറയുന്ന മുൻ അധ്യക്ഷന് പുറത്തു പോകേണ്ടതായിട്ടുള്ള സാഹചര്യം വരുന്നു. നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ടി വരുന്നു. അവിടെ മാന്യമായി പ്രവർത്തിക്കുന്ന ഒരാളെ മേളിലോട്ട് കൊണ്ടുവരുന്നതിൽ തെറ്റില്ല. അബിൻ വർക്കിയെ ചൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല. പോട്ടെ, അബിൻ വർക്കിയെ ചൂസ് ചെയ്യണ്ട എന്ന് കോൺഗ്രസ് തീരുമാനിച്ചാൽ, അവരുടെ ഇക്വേഷനുകൾ നോക്കി വേണ്ട എന്ന് തീരുമാനിച്ചാൽ, ഉള്ള സ്ഥാനം കൂടെ കളഞ്ഞ് അയാളെ ഈ രാഷ്ട്രീയ പ്രവർത്തനം, ഈ രാഷ്ട്രീയ രംഗത്ത് നിന്ന് മാറ്റി നിർത്താനുള്ള കാര്യം ചെയ്യുവാണല്ലോ ചെയ്യുന്നത്. അതെന്തിനാണ് ചെയ്യുന്നത്? എന്ത് വ്യത്യാസമാണ് അത് വരുത്തുന്നത്? ഇപ്പോൾ അടുത്ത ഒറ്റ ചോദ്യം, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാനത്ത് നിൽക്കുന്ന ആളെ നമുക്ക് അയാളുടെ റോൾ എന്തോ, അയാൾ എന്താ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം. ഈ ദേശീയ ആൾ എന്ത് റോളാണ് ചെയ്യാൻ പോകുന്നത്? ശരി, ഒരു 4 അയാൾ ഡ്യൂട്ടി പറഞ്ഞേ, എവിടെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്? ഡൽഹി. ചുമ്മാ പറച്ചിൽ മാത്രമേ ഉള്ളൂ. അയാളെ വളർന്നു വരുന്ന ചെറുപ്പക്കാരനെ, രാഷ്ട്രീയക്കാരനെ ഇവർ തമ്മിലുള്ള രാഷ്ട്രീയത്തിൽ ഒതുക്കി. ഇതാണ് ഞാൻ പറയുന്നത്. ശരി, ശ്രീ VK സനോജ്, സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ CPM ആയാലും DYFI ആയാലും എല്ലാം എടുക്കുന്നൊരു നിലപാടുണ്ട്. ഇത്തരമൊരു ചർച്ചയിൽ ഞങ്ങളെന്ത് പറയാനാണ്? കാരണം മറ്റൊരു സംഘടന, ആ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അതിൽ പുതിയ ചുമതലക്കാരെ കൊണ്ടുവരുന്നു. എന്നാൽ അതിനപ്പുറത്തൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന് DYFI സംഭവത്തെ വിലയിരുത്തുന്നുണ്ട്. അല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരാവുന്നു, അവരാരെ നിശ്ചയിക്കുന്നതൊക്കെ അവരുടെ സംഘടനാപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിലൊന്നും ഞങ്ങൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല.
പക്ഷേ ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാപരമായിട്ടുള്ള ഒരു പ്രക്രിയ നടന്നതിന് ശേഷം വന്നിട്ടുള്ള ചില പ്രതികരണങ്ങൾ സംബന്ധിച്ചാണ് ഞങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ളത്. ഇപ്പോൾ അബിൻ വർക്കി ഇന്ന് നടത്തിയിട്ടുള്ള പ്രതികരണത്തിലെ ഒരു പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തോട് ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ എന്നെ തഴഞ്ഞത്, എന്നെ പ്രസിഡന്റ് ആക്കാതിരുന്നത് എന്ന ചോദ്യത്തിന് കോൺഗ്രസിൻ്റെ നേതൃത്വം ഉത്തരം പറയേണ്ടതാണ്. ഇപ്പോൾ എൻ ശ്രീകുമാർ പറയുന്നത് അബിൻ വർക്കി സാധാരണ പത്രക്കാർ കണ്ടപ്പോൾ എന്തോ ചോദിച്ചു, അങ്ങനെ എന്തോ പറഞ്ഞു എന്നൊക്കെയാണ് ശ്രീകുമാർ ഇവിടെ വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. വളരെ കൃത്യമായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തതിന് ശേഷം എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും എനിക്ക് ഇതിനകത്ത് അതൃപ്തി ഉണ്ടെന്നും എന്നെ തഴഞ്ഞിരിക്കുകയാണെന്നും വളരെ കൃത്യമായിട്ട് പറയാൻ വേണ്ടി തന്നെയാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, നേരത്തെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അബിൻ വർക്കി പത്രക്കാർ കണ്ടത്. അദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ പാർട്ടി പറഞ്ഞതെല്ലാം കേട്ടല്ലോ, ഞാൻ കേസുകളിൽ പ്രതിയായല്ലോ, ജയിലിൽ കടന്നല്ലോ, സമരത്തിന് പോയല്ലോ, ഞാനിനി എന്താണ് വേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. അപ്പോൾ അതിനെല്ലാം മറുപടി കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വമാണ് പറയേണ്ടത്. അതിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, എൻ ശ്രീകുമാർ യൂത്ത് കോൺഗ്രസിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഇവിടെ അങ്ങ് അവതരിപ്പിക്കുകയാണ്. അതിലിപ്പോൾ ഒന്നാമത് അദ്ദേഹം പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് വളരെ പ്രസക്തിയുള്ള ഒരു സംഘടനയാണെന്ന് അദ്ദേഹം പറഞ്ഞത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ എല്ലാം കോർണർ ചെയ്ത് ആക്ഷേപിക്കുന്നു, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ നേർക്ക് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ എന്തൊക്കെയോ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയാണ്, അവർ വെറും പാവങ്ങളാണ്, പ്രത്യേകിച്ച് തെറ്റൊന്നും ചെയ്യാത്തവരാണ്, അവരെ വല്ലാതെ കോർണർ ചെയ്ത് ആക്ഷേപിക്കുന്നു എന്നാണ് പറഞ്ഞത്. മറ്റൊന്ന് പറഞ്ഞത്, യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകളെ വല്ലാതെ ഭയക്കുന്നു ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ, പ്രത്യേകിച്ച് DYFIക്കാരെല്ലാം വല്ലാതെ ഭയക്കുന്നു, യൂത്ത് കോൺഗ്രസിന് ഭയങ്കരമായ ഗ്ലാമർ ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. യൂത്ത് കോൺഗ്രസിനെ ഭയക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിനെ ഭയക്കുന്നത് യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന KSUവിൽ പ്രവർത്തിക്കുന്ന വനിതാ സഹപ്രവർത്തകർ അവരുടെ നേതാക്കന്മാരെ ഭയക്കുന്നു എന്ന് അവർക്കിടയിൽ തന്നെ ആരോപണം വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില ശബ്ദരേഖകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഭയം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ശരിയാണ്. പക്ഷേ യൂത്ത് കോൺഗ്രസിനെ ഭയക്കുന്നത് യൂത്ത് കോൺഗ്രസിന് പുറത്തുള്ള ആളുകളല്ല, യൂത്ത് കോൺഗ്രസിലെ വനിതാ പ്രവർത്തകരാണ് എന്ന കാര്യം മാത്രമാണ് ആ കാര്യത്തിലൂടെ പറയാനുള്ളത്. പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസക്തിയെക്കുറിച്ചൊക്കെ പറയുകയാണ്. എന്ത് പ്രസക്തിയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനുള്ളത്? യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഏറ്റെടുത്ത ഒരു സമരം ഏതാണ്? യൂത്ത് കോൺഗ്രസ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ചെറുപ്പക്കാരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു സമരത്തിന്റെ പ്രാധാന്യമുള്ള മുദ്രാവാക്യം എന്താണ്? യൂത്ത് കോൺഗ്രസ് കുറേ സമരം നടത്തിയിട്ട് എന്താണ്? പിണറായി രാജിവെക്കണം, കേരളത്തിൽ വരുന്ന വികസനം മുടക്കാൻ വേണ്ടിയിട്ട് കുറേ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട ചില കോടതി കേസുകൾ പോയിട്ടുണ്ട്, എല്ലാം എടുത്തു കളഞ്ഞല്ലോ. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നല്ലോ മാത്യു കുഴൽനാടൻ. അദ്ദേഹമാണല്ലോ സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഇത് രാഷ്ട്രീയ കളിക്കുള്ള വേദിയല്ല, ചെവിക്ക് പിടിച്ച് പുറത്താക്കിയല്ലോ, ഇനി അധികം ഇവിടെ നിന്ന് കളിച്ചാൽ 10 ലക്ഷം രൂപ അടക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു വിട്ടു. അതങ്ങനെ പോയി. പിന്നെ വിവിധങ്ങളായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സമരം നടത്തി. ഒരു സമരവും ഇവിടെ ക്ലിക്കായിട്ടില്ല. പിന്നെ ആ ഘട്ടത്തിലാണ് വയനാട്ടിൽ ഒരു ദുരന്തമുണ്ടായത്. അവിടെ ഓടി വന്നിട്ട് പറഞ്ഞു ഞങ്ങളും ഈ വയനാട് ദുരന്തം ബാധിക്കുന്ന ആളുകളെ ഏറ്റെടുക്കുന്നു, അവരുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ, ഏത് വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസമാണ് അവർ ഏറ്റെടുത്തത്? അവിടെ വലിയ പ്രഖ്യാപനം നടത്തിയല്ലോ. എല്ലാ ചാനലുകളും, ഈ മീഡിയ വൺ ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകൾ അവരുടെ കാർഡ് അടിച്ച് വിട്ടല്ലോ. ഞങ്ങളവിടെ പോയിട്ട് 25 വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ കൗണ്ടർ ചെയ്തുകൊണ്ട് പറഞ്ഞു ഇതാ ഞങ്ങൾ 30 വീട് നിർമ്മിച്ചു കൊടുക്കും എന്നാ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് നടപ്പാക്കും എന്നാ പറഞ്ഞത്. എവിടെയാണ് കൊടുത്ത വീട്? ആ പിരിച്ച പണം എവിടെ? ആ പിരിച്ച പണമെല്ലാം എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയെന്ന് പിന്നെ നമ്മൾ കണ്ടല്ലോ, നമ്മൾ മനസ്സിലാക്കിയല്ലോ. അതാണോ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസക്തി? അതിനെയാണോ കേരളത്തിലെ മറ്റ് പ്രസ്ഥാനങ്ങൾ ഭയക്കേണ്ടത്? എന്തിന് ഞങ്ങൾ ഇവരെ ഭയക്കണം? യൂത്ത് കോൺഗ്രസിന് ഇതുപോലെയുള്ള അധ്യക്ഷന്മാരും എല്ലാം വരട്ടെ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം അബിൻ വർക്കി വന്നാലും OJ ജനീഷ് വന്നാലും ഷാഫി പറമ്പലായി കഴിഞ്ഞാലും ഇനി മാങ്കൂട്ടം തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാലും അതൊന്നും സാധാരണ ആളുകളെ സംബന്ധിക്കുന്ന കാര്യമേ അല്ല. പിന്നെ ഇവരെ ചില ആളുകളെ വലിയ വിശുദ്ധരാക്കിയാണ്. ഈ യഥാർത്ഥ യൂത്ത് കോൺഗ്രസ് ഇപ്പം എന്താണ്? ഷാഫിയുടെ ഒരു അടിമപ്പടയല്ലേ? ഷാഫിയുടെ അടിമക്കൂട്ടമല്ലേ യൂത്ത് കോൺഗ്രസ്? ഷാഫിയും രാഹുലും പറഞ്ഞ ആളാണ് ഇപ്പം പ്രസിഡന്റായി വന്നിട്ടുള്ളത്. ഷാഫിയുടെക്കും രാഹുലിനും വേണ്ടിയിട്ട് എന്ത് പണിയും എടുക്കാൻ സന്നദ്ധമായി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കൈകളിലേക്ക് യൂത്ത് കോൺഗ്രസ് അധപ്പതിച്ചു. ഷാഫിയുടെ ഒരു ടീമായിട്ട്, ഷാഫിയുടെ ഒരു സംഘമായിട്ട് അധപ്പതിച്ചില്ലേ? ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ. അവിടെ യൂത്ത് കോൺഗ്രസിന് വലിയ പ്രസക്തിയുണ്ട് എന്നൊക്കെ ശ്രീകുമാർ അങ്ങ് പറഞ്ഞാൽ അതെല്ലാം കേൾക്കുന്ന ആളുകൾക്ക് ചിരിയല്ലാതെ മറ്റൊന്നും വരാനില്ല. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന് ഒരു പ്രസക്തിയുമില്ല. യൂത്ത് കോൺഗ്രസിന് മുന്നിൽ ഈ കേരളീയ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ ചോദ്യം, വയനാട് ദുരന്തത്തെ മുൻനിർത്തിയിട്ട് നിങ്ങൾ പിരിച്ച കാശ് എന്ത് ചെയ്തു? വയനാട് ദുരന്തത്തിൽ 1 വർഷം കഴിയുന്ന സന്ദർഭത്തിൽ ചാനലിൽ വന്ന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അന്നത്തെ അധ്യക്ഷൻ പറഞ്ഞത് ഞങ്ങൾ അവിടെ ഭൂമി എടുത്തിട്ടുണ്ട് എന്നാണ്. ഏത് വില്ലേജ് ഓഫീസ് പരിധിയിൽ എത്ര സർവേ നമ്പർ പ്രകാരമുള്ള ഭൂമിയാണ് ഏറ്റെടുത്തത്?
എന്താണ് നിങ്ങളുടെ പദ്ധതി? ജനങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമുണ്ടല്ലോ. ഇപ്പം ജനങ്ങളിൽ നിന്ന് പണം ഭരിച്ചിട്ട് ആ പണം മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി എന്നത് യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ആരോപണമാണ്. അപ്പം അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയുമ്പോഴാണ് എന്തെങ്കിലും ചെറിയ പ്രസക്തി ഇവർക്കെല്ലാം ഉണ്ട് എന്ന് മനസ്സിലാവുക. അല്ലാതെ ഇപ്പം അബിൻ വർക്കിയായി വന്നാലും മറ്റേ ജനീഷ് വന്നാലും ഷാഫി വന്നാലും മറ്റാൾ കക്ഷി തിരിച്ചു വന്നാലൊന്നും യാതൊരു പ്രസക്തിയും യൂത്ത് കോൺഗ്രസിന് കേരളീയ രാഷ്ട്രീയത്തിലോ പൊതുസമൂഹത്തിനോ ഇല്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുക. ശരി, ശ്രീ മോഹൻ വർഗീസ്, ഒന്ന് സാങ്കേതിക പ്രശ്നം കാരണം തടസ്സപ്പെട്ടിരുന്നു. അങ്ങ് ആദ്യത്തെ കാര്യത്തിന് കൃത്യമായ മറുപടി നൽകുകയും ചെയ്തു, ശ്രീ എൻ ശ്രീകുമാർ ചൂണ്ടിക്കാട്ടിയത്. ഇനി ചില ചോദ്യങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ചർച്ചയിൽ പൊതുവായി ഉയർന്നു വന്ന ചില നിരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഒന്നാമതായി, ഇവിടെ രാഹുൽ ഗാന്ധി തുടങ്ങിവെച്ച ഒരു ജനാധിപത്യ പ്രക്രിയ ഉണ്ടായിരുന്നു എന്ന് ഇന്ന് അബിൻ വർക്കി ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം പ്രസിഡന്റായിരുന്ന ഞാൻ സംസ്ഥാന ഉപാധ്യക്ഷൻ വരെയായി എത്തിയത് എന്ന്. അപ്പോൾ ആരുടെയും തലോടലേറ്റല്ല, അല്ലാതെ തന്നെ കഴിവുള്ളവർക്ക് അർഹതയുടെ അടിസ്ഥാനത്തിൽ, അപ്പോൾ ഒരു ജാതിക്കോളവും മതക്കോളവും ഇല്ല കേട്ടോ, അങ്ങനെ ഉയർന്നു വരാൻ കഴിയുന്ന ഒരു സംവിധാനം രാഹുൽ ഉണ്ടാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല എന്ന കൃത്യമായ സന്ദേശം അതിലൂടെ അബിൻ വർക്കി നൽകുകയല്ലേ? അത് ചെന്ന് കൊള്ളുന്നത് ആരുടെ നേർക്ക്? അത് ചെന്ന് കൊള്ളുന്നത് പുതുതായി രൂപപ്പെട്ട വരുന്ന ഒരു നേതൃത്വത്തിൻ്റെ നേരെ തന്നെയാണ് ഈ അമ്പുകൾ എയ്ത് വിടുന്നത് എന്നത് കൃത്യമായി പറയാം. ഇവിടെ അബിൻ വർക്കിയാണ് ഇത് പറയുന്നത് എങ്കിൽ പോലും യഥാർത്ഥത്തിൽ അബിൻ വർക്കിയുടെ പിന്നിൽ സ്വല്പം അസ്വസ്ഥരായ ചില മനസ്സുകളുണ്ട് എന്നത് കൃത്യമായി നോക്കിക്കാണാനാവും. കാരണം നോക്കൂ, പരമ്പരാഗതമായ ഗ്രൂപ്പ് സമവാക്യങ്ങൾ കേരളത്തിൽ മാറി മറിഞ്ഞു കഴിഞ്ഞു. അത് വളരെ അടുത്ത സമയത്താണ് അത്രയധികം ഒരു മാറ്റം ദർശിച്ചത്. ഇപ്പോൾ ശ്രീ കെ സി വേണുഗോപാൽ ഈ കേരളത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതും അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ആളുകൾ സംഘടനയുടെ പോഷക സംഘടനകളുടെ, കോൺഗ്രസ് പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ ആകട്ടെ, മഹിളാ കോൺഗ്രസിൻ്റെ ആകട്ടെ, കെ എസ് യുവിൻ്റെ ആകട്ടെ നേതൃസ്ഥാനങ്ങളിൽ എത്തുകയും അല്ലെങ്കിൽ ഉള്ള ആളുകൾ കെ എസ് യുയോട് ഗാൽവനൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം, ഈ അന്തരീക്ഷം തുടരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ശ്രീ രമേശ് ചെന്നിത്തലയും ഒരു പരിധിവരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒക്കെ തന്നെ ഇതിനെ ഒരു ബാലൻസിങ് ആക്റ്റായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇവിടെ നോക്കൂ, വി ഡി സതീശൻ ഒരു ഫാക്ടറായി വരികയാണ് ഏതാണ്ട് കഴിഞ്ഞ വർഷം മധ്യത്തോടുകൂടി. അപ്പോഴാണ് വി ഡി സതീശനെ പല സമുദായ സംഘടനകൾ സംസാരിക്കാൻ വിളിക്കുന്നു, കാര്യമായ ഒരു പൊതുസമൂഹത്തിൻ്റെ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്നൊരു നില വരുന്നു. പെട്ടെന്നാണ് രമേശ് ചെന്നിത്തല തൻ്റെ തൊപ്പി കളത്തിലേക്ക് എറിഞ്ഞ് അദ്ദേഹവും മുന്നോട്ട് വരികയാണ്. അതിനു മുൻപേ എത്തിയ ആളാണ് ശശി തരൂർ. അങ്ങനെ ഈ മൂന്ന് നേതാക്കൾ, നായർ സമുദായത്തിലെ തന്നെ മൂന്ന് നേതാക്കൾ, ശശി തരൂർ ആകട്ടെ, രമേശ് ചെന്നിത്തലയാകട്ടെ, വി ഡി സതീശനാകട്ടെ, ഈ മൂന്ന് പേരും ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഉപരിയായി സമൂഹത്തിലേക്ക് ഇറങ്ങാനുള്ള ക്ഷണങ്ങൾ ലഭിച്ച് അവിടേക്ക് ഇറങ്ങുകയാണ്. കുറേയൊക്കെ സ്വീകാര്യത ഈ മൂന്ന് പേർക്കും കിട്ടി എന്നതും വിസ്മരിക്കാനാവില്ല. പക്ഷേ അപ്പോഴൊന്നും തന്നെ കെ സി വേണുഗോപാൽ രംഗത്തില്ല എന്ന് ഓർക്കണം. പക്ഷേ ആത്യന്തികമായി ഈ മൂന്ന് പേരും തമ്മിലുള്ള, അല്ലെങ്കിൽ രണ്ടുപേരും അത്യാവശ്യമായ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള ഒരു ചക്രത്തി പോരാട്ടം നോക്കുമ്പോൾ ഒരു കൺസെൻസസ് കാൻഡിഡേറ്റ് എന്ന നിലയിൽ കെ സി വേണുഗോപാൽ ഡൽഹിയിൽ നിന്നും പറന്നിറങ്ങും എന്ന ഒരു ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നേരിട്ട് നമ്മുടെ മുന്നിലുള്ള ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിശദീകരണങ്ങളിലേക്ക് കൂടി ഞാൻ അങ്ങേ ക്ഷണിക്കുകയാണ്. അതായത് ഇപ്പോൾ അങ്ങ് തന്നെ പറയുകയുണ്ടായി, കെ എസ് യു, അവിടെ അലോഷ്യസ് സേവ്യറാണ് കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. അലോഷ്യസ് സേവ്യറിന് കൊടുത്ത സീറ്റ്, ബർത്ത് എന്ന് പറയുന്നത് എ ഗ്രൂപ്പിൻ്റെതായാലും ഇപ്പോൾ ആരുടെ ഈ പറയുന്ന കൂടാരത്തിലാണ് ഉള്ളത് അലോഷ്യസ് സേവ്യർ? അത് അങ്ങ് സൂചിപ്പിക്കുന്നത് പോലെ കെ സിയുടെ കൂടാരത്തിൽ തന്നെയാണ്. ജബി മേത്തറും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇനി അടുത്തതായി പിടിക്കേണ്ടത് യൂത്ത് കോൺഗ്രസ് ആണ്. അവിടെ ഒരു പ്രത്യേക രൂപത്തിലുള്ള കൺസെൻസസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അഭിജിത്തിനെയും അബിൻ വർക്കിയെയും വെട്ടിമാറ്റുന്നു. ഈ പറയുന്ന ഒ ജെ ജനീഷിനെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാളെ പിടിച്ച് പ്രസിഡന്റ് ആക്കുന്നു. ഇവിടെ എൻ ശ്രീകുമാർ വളരെ സ്വാഭാവികമായ ഒരു സംഘടനാ സൗകര്യം എന്ന നിലയിൽ അവതരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, വർക്കിംഗ് പ്രസിഡന്റ്. ആ വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിലില്ല. അത് കെ സിയുടെ ഒരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇന്നിപ്പോൾ അബിൻ അടക്കമുള്ളവർ അടക്കത്തോടെ പറയുന്ന, കാതോട് കാതോരം പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നേരത്തെ ഒരു മാസം മുൻപ് ഇദ്ദേഹത്തെ ഈ പറയുന്ന ദേശീയ സെക്രട്ടറിയാക്കി, ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ആക്കുന്നു. ഇങ്ങനെ എന്തൊക്കെയാണോ കെ സി ആഗ്രഹിക്കുന്നത്, ഒരു ചതുരംഗ പലകയിൽ ആരൊക്കെ എവിടെ വാഴണം എന്ന് ഏകപക്ഷീയമായി നിശ്ചയിക്കുന്ന ഒരാളായി കെ സി മാറിയിരിക്കുന്നു എന്നല്ലേ? അങ്ങനെ മാറിയിരിക്കുന്നു എന്ന് വേണം ശ്രീ വേണു മനസ്സിലാക്കാൻ. കാരണം കെ സിയെ നേരിട്ട് എതിർക്കാനുള്ള ത്രാണി
ഇപ്പോൾ കേരളത്തിലെ പ്രമുഖരായ നേതാക്കന്മാർക്കില്ല, കോൺഗ്രസ് നേതാക്കന്മാർക്കില്ല എന്നത് വാസ്തവമാണ്. കാരണം KC എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡ് കഴിഞ്ഞാൽ, അതായത് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ത്രയം കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലെ ഏറ്റവും ശക്തനായ നേതാവ് തന്നെയാണ് സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് തലയ്ക്ക് മുകളിലൂടെ പറക്കാനാവില്ല. അദ്ദേഹത്തിന് സ്വയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഉള്ള വഴി ഒരുക്കുന്നതിൻ്റെ ഭാഗമായി പോഷക സംഘടനകളുടെ എല്ലാം തലപ്പത്ത് ജെപി മേത്ര ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എ ഗ്രൂപ്പിൻ്റെ നോമിനിയായി തന്നെ വന്ന ആൾ അലോഷ്യസ് ഇപ്പോൾ ഗ്രൂപ്പ് മാറി വരികയാണ്. എന്തിന്? ഓൾറെഡി പ്രമുഖരായ യുവ നേതാക്കൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഉൾപ്പെടെയുള്ള ആളുകൾ VD സതീശൻ പക്ഷത്ത് നിന്ന് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി KC വേണുഗോപാൽ പക്ഷത്തിലേക്ക് പതിയെ മാറിച്ചവിട്ടുകയാണ്. അതുകൊണ്ടാണോ ശ്രീ VD സതീശൻ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട പോര് നടക്കുമ്പോൾ ലാലുവൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നല്ലോ, ഈ രമേശ് ചെന്നിത്തല ഇങ്ങനെ ചൂണ്ടിക്കാട്ടുന്നു, ആരാണ് പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരിക്കുക എന്ന് പറയുമ്പോൾ അബിൻ വർക്കിയെ ചൂണ്ടിക്കാട്ടുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ പോലുമുള്ള ഒരു അംഗവിക്ഷേപം നടത്താതെ നല്ല ഈ പറയുന്ന അനുയായിയായി VD സതീശൻ മാറുന്നതിന് രണ്ട് കാരണങ്ങളുണ്ടോ? ഒന്ന്, ഈ പറയുന്ന ഷാഫി അടക്കമുള്ളവരുമായുള്ള ബന്ധം ഇപ്പോൾ ഇടർച്ചയിലാണ്. അതുകൊണ്ട് തന്നെ അവരെ അലോസരപ്പെടുത്തുന്ന ഒരു പുതിയ നീക്കത്തിലേക്ക് സതീശൻ പോകാതിരിക്കുന്നു, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി ആർക്ക് നൽകണം എന്ന തർക്കവിതർക്കങ്ങളിൽ. ഇനി രണ്ടാമതായ ഒരു കാര്യം, അദ്ദേഹം ആഗ്രഹിച്ചൊരു വലിയ കാര്യം നേടിക്കൊടുത്തു. അതിന് കൃതജ്ഞതയുണ്ടാകണമല്ലോ KCയോട്. സുധാകരനെ മാറ്റിക്കൊടുത്തു. VD സതീശൻ ഒരിക്കലും ഒരു ശത്രുവാകാത്ത, ഒരു വെല്ലുവിളിയാകാത്ത സണ്ണി ജോസഫിനെ കൊണ്ടുവന്ന് KPC അധ്യക്ഷനാക്കി. അപ്പോൾ അവിടെ അദ്ദേഹത്തെ സംബന്ധിച്ച് എല്ലാം ഭദ്രം. അതുകൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ച ഇങ്ങനെ കാണണോ? അതല്ലാതെ ലാലൊക്കെ ചൂണ്ടിക്കാട്ടുന്ന പോലെ ഒരു കുലീനമായ രാഷ്ട്രീയ നിലപാടെന്നൊക്കെ വിശേഷിപ്പിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ സതീശൻ്റെ ഈ മാറിനിൽപ്പിന്? ഈ മലയാളത്തിലൊരു അന്തർധാര എന്ന വാക്കിന് ഈ വിശാലമായ അർത്ഥതലങ്ങളാണ് വേണു ഉള്ളത്. രാഷ്ട്രീയത്തിൽ ഇങ്ങനെയുള്ള അന്തർധാരകൾ പലപ്പോഴും ഈ പ്രവർത്തിക്കാറുണ്ട്. അതുകൊണ്ട് VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിപരമായ, തന്ത്രപരമായ ഒരു സമീപനം ഈ ഘട്ടത്തിൽ KC വേണുഗോപാലിനെ പിണക്കാതെ ഇരിക്കുക. അപ്പോൾ ഇപ്പോൾ KC വേണുഗോപാലിന് വേണ്ടപ്പെട്ട ആളുകൾ പല ഇടങ്ങളിലായി വിന്യസിക്കുമ്പോൾ ഒരു ശത്രു അല്ലെങ്കിൽ സംഘടനയ്ക്കുള്ളിലെ ഒരു പ്രതിയോഗി അല്ലെങ്കിൽ തനിക്ക് ഭീഷണിയാകാൻ സാധ്യതയുള്ള ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ ശ്രീ രമേശ് ചെന്നിത്തലയുടെ സാധ്യതകൾ മങ്ങുന്നു എന്ന് പറയുമ്പോൾ ഒരു ഗെയിം കൂടി ജയിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ ശ്രീ വേണു സൂചിപ്പിച്ചതുപോലെ KPSC പ്രസിഡന്റ് സ്ഥാനത്ത് വന്ന് സുധാകരനെ മാറ്റാൻ കഴിഞ്ഞു. വളരെ സാധുവായ നല്ലവനായ ഒരാളെ, കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ ഈ ത്രിമൂർത്തികൾക്ക് അല്ലെങ്കിൽ ഈ ശക്തരായ നേതാക്കൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത സണ്ണി ജോസഫ് എന്ന ആളെ, നിരുപദ്രവകാരിയായ ആളെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് അവരോധിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഒരു തലപ്പൊക്കത്തിൽ നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായി ഇപ്പോൾ ഭരണത്തിനെതിരെയുള്ള വികാരം ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ഈ സമയത്ത് തീർച്ചയായും ആ വികാരത്തിൻ്റെ കുന്തമുനയായി നിൽക്കാൻ നിയമസഭയ്ക്ക് അകത്തും പുറത്തും നിൽക്കാൻ കഴിയുന്നത് ശ്രീ VD സതീശൻ തന്നെയാണ്. ആ ഒരു സുഖകരമായ അന്തരീക്ഷം ഇങ്ങനെ ഒരു ചക്കളത്തെ പോരാട്ടത്തിലൂടെ നഷ്ടപ്പെടുത്താൻ ശ്രീ VD സതീശൻ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് KC വേണുഗോപാലുമായി സന്ധി ചെയ്യുന്നു എന്ന് കൃത്യമായ അർത്ഥത്തിൽ പറയാനുമാവില്ല. ശരി, ഞാൻ ഇടവേളയ്ക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം മറ്റതിഥികളുടെ പ്രതികരണങ്ങളിലേക്ക്. നിങ്ങൾ എന്നെ ക്രിസ്ത്യാനിയാക്കിയോ എന്ന സ്പെഷ്യൽ എഡിഷൻ ചർച്ച തുടരുകയാണ്. ശ്രീ N. ശ്രീകുമാർ, ഇവിടെ എത്രമാത്രം ഗ്ലാമറസ് ആണ് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തന രീതികൾ എന്ന് ശ്രീ VK സനോജ് മറുപടി നൽകിയത് അങ്ങ് കേട്ടല്ലോ. ആരാണ് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിനെ ഭയക്കേണ്ടത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ പറയുന്ന ചൂരൽമല മുണ്ടക്കയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളെപ്പറ്റി പറയുകയുണ്ടായി. അപ്പോൾ ഇതിനെല്ലാം ഉള്ള മറുപടി എന്താണ്? നോക്കൂ വേണു, ഞാൻ ഈ CPM അനുകൂലികളായ രണ്ടുപേരുടെ സംഭാഷണങ്ങൾ വളരെ രസകരമായി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ പ്രിയ സുഹൃത്ത് ലാൽകുമാർ പറഞ്ഞത് അബിൻ വർക്കിയെ ദേശീയ തലത്തിലേക്ക് അങ്ങോട്ട് വിട്ടു, എന്നിട്ട് കേരളത്തിൽ നിന്ന് ഒഴിവാക്കി. അങ്ങനെയാണെങ്കിൽ ശ്രീ MA ബേബിയെ ഒഴിവാക്കിയതാണോ? കാരണം നമുക്ക് സംശയമുണ്ട്. കാരണം മിനിങ്ങാന്ന് MA ബേബി പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി തിരുത്തി. പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞത് തെറ്റാണെന്ന് സംസ്ഥാന മുഖ്യമന്ത്രി പറഞ്ഞു. അവിടെ ജനറൽ സെക്രട്ടറി ആരായി? അദ്ദേഹം ഇന്ന് നേരെ മലക്കം പറഞ്ഞു എന്നാണ് പത്രങ്ങൾ. അപ്പോൾ അങ്ങനെ ആ വിശ്വാസം വെച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ DYFI സുഹൃത്ത് പറഞ്ഞ എന്താണ്,
അദ്ദേഹം സനീഷ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ എന്ത് സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് എന്ന് 8-9 വർഷമായിട്ട് DYFI എത്രയോ സമരം നമ്മുടെ നാട്ടിൽ ചെയ്തതല്ലേ. യൂത്ത് കോൺഗ്രസ് ചെയ്ത സമരം എന്താണെന്ന് അറിയാമോ? 1 പിൻവാതിൽ നിയമനം, 2 PSC തട്ടിപ്പ്, 3 തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണം കേരളത്തിൽ വർദ്ധിക്കുന്നു, പിന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ അഴിമതി, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സമരം ചെയ്തത്. അതിൻ്റെ കേസ് എത്രയാണെന്നുള്ളതൊക്കെ അന്വേഷിച്ചാൽ മതി. ആ ഗ്ലാമർ യൂത്ത് കോൺഗ്രസിന് ഉള്ളതുകൊണ്ടാണ് ഇവിടെ തന്നെ നിന്ന് ഈ പിണറായി ഗവൺമെൻറ്റിനെ നിലത്തിറക്കണമെന്ന വാശി അവർക്ക് വന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ DYFIയിൽ ഒരു വിധത്തിലുള്ള പീഡനങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ. AIYFൻ്റെ വനിതാ നേതാവിൻ്റെ പീഡനം ഞാൻ ഇവിടെ പറയുന്നില്ല. DYFIയിലത്തെ പീഡനം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നല്ല രാഷ്ട്രീയം മാഞ്ഞു പോകും. പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാരെ പേടിച്ചു എന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? എന്തിനാണ് ഷാഫി പറമ്പിൽ MP ഇങ്ങനെ പിന്നാലെ പോയിട്ട് ഇങ്ങനെ കൂവിക്കൊണ്ടും ആക്രമിച്ചുകൊണ്ടും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ ഏതെങ്കിലും ഒരു DYFI നേതാവിൻ്റെ കാർ യൂത്ത് കോൺഗ്രസ്സുകാർ തടഞ്ഞിട്ടുണ്ടോ? നോക്കൂ, ഷാഫി പറമ്പിലിൻ്റെ കാർ വടകരയെ തടഞ്ഞു DYFI. ഷാഫി കാറിന് പുറത്തിറങ്ങി, അവിടെ നിന്നു, ഒന്നും സംഭവിച്ചില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടു. അദ്ദേഹം MLA എന്ന നിലയ്ക്ക് മറ്റ് ഇടതുപക്ഷ MLAമാർ ആരോപണം കേട്ടവർ അവരുടെ മണ്ഡലങ്ങളിൽ പോണ പോലെ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനും പാലക്കാട്ട് പോയി. അദ്ദേഹത്തെ DYFIക്കാർ തടഞ്ഞു. എന്തിനാ തടഞ്ഞത്? MLA അല്ല അദ്ദേഹത്തെ. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങി, അദ്ദേഹത്തിന് DYFIക്കാർ ഒരു ഗ്ലാമർ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ആ പ്രതിഷേധിച്ച DYFIക്കാരെയും ആ പ്രതിഷേധക്കാരെയും കൂട്ടിയിട്ട് അദ്ദേഹം ആ സംഭവ സ്ഥലത്ത് ചെന്നു. ഒരൊറ്റ DYFIക്കാരനെ യൂത്ത് കോൺഗ്രസ്സുകാരും കൈവച്ചില്ല. അവിടെയാണ് മാന്യത. ആ ഗ്ലാമർ ഞാൻ പറഞ്ഞത്. നേരെ മറിച്ച് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചപ്പോൾ നമ്മുടെ സജീഷിൻ്റെ പാർട്ടി പോലീസിൻ്റെ സഹായത്തോടെ എന്താ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ചു. അപ്പോൾ എന്താ രക്ഷാപ്രവർത്തനം എന്നല്ല കേട്ടത്. അപ്പോൾ അത് മറക്കരുത്. പിന്നെന്താ ഗ്ലാമർ വന്നത്? ഷാഫി പറമ്പിൽ 1,15,000 വോട്ടുകൾക്ക് CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ഒരു വിഭാഗത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായിരുന്ന CPMലെ ശൈലജ ടീച്ചറെ തോൽപ്പിച്ചു. അതേ സമയത്ത് മലപ്പുറത്ത് DYFI നേതാവ് തോറ്റുപോയി 3 ലക്ഷം വോട്ടിന്. അല്ല, ഈ വോട്ടുകളൊക്കെ പറയുമ്പോൾ അതുപോലെ തന്നെ പാലക്കാട് ഇവിടെ ആവർത്തിച്ച് അബിൻ വർക്കി പറയുന്ന 1,70,000 വോട്ടിന്റെ കഥ എന്താണ്? അബിൻ വർക്കി ആവർത്തിച്ചാണെന്ന് പറഞ്ഞിരിക്കുന്നത് 1,70,000. അതുകൊണ്ടൊരു കാര്യവുമില്ല എന്ന് പറയട്ടെ. അല്ല, രണ്ടല്ലേ വേണു. അതായത് ജനങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ പറഞ്ഞത്. ഗ്ലാമർ കണ്ട് വോട്ട് ചെയ്തത് ജനങ്ങൾ. അപ്പോൾ അവിടെ കഴിഞ്ഞു. പാലക്കാട്ട് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ 18,000 വോട്ടുകൾക്ക് CPMൻ്റെ പുതിയ യുവജന നേതാവിനെ 3-ാം സ്ഥാനത്തേക്ക് തള്ളി. അതൊരു ഗ്ലാമറാണ്. അപ്പോൾ ഈ ഗ്ലാമർ ടീമാണ് നിലമ്പൂര് ഇടതുമുന്നണിയുടെ കയ്യിലിരുന്ന സീറ്റ് തിരിച്ചു പിടിച്ച് UDFന് കൊടുത്തത്. അതാണ് ഗ്ലാമർ. ആ ഗ്ലാമറാണ് ഞാൻ പറഞ്ഞത്. ആ ഗ്ലാമർ ഇപ്പോഴും മാറിയിട്ടില്ല. എന്ത് അധിക്ഷേപം കേട്ടാലും ആ ഗ്ലാമർ മാറിയിട്ടില്ല. ശരി, ഇനി നമുക്ക് അബിനുമായി ബന്ധപ്പെട്ട കാര്യമില്ല. ഈ 1,70,000 വോട്ട് ഇനി അങ്ങനോട് സഹകരിക്കണം. നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് 1,70,000 വോട്ട് പാഴ്ക്കഥയാകുന്നത് എങ്ങനെയാണ്? 19,000 വോട്ടുള്ള ജനീഷ് എങ്ങനെയാണ് സംസ്ഥാന പ്രസിഡന്റ് ആകുന്നത്? അത് അദ്ദേഹം പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, അതിലേക്കാണ് വന്നത്. അതായത് ശ്രീ അബിൻ വർക്കി വലിയ ഭൂരിപക്ഷത്തിന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയ ആളാണ്. അദ്ദേഹത്തിനെക്കാട്ടിലും കുറവ് വോട്ട് കിട്ടിയാണ് OJ ജനീഷ്. പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രത്യേക സാഹചര്യം വന്നു. എന്താണ് ആ സാഹചര്യം? സംസ്ഥാന പ്രസിഡന്റ് ഒഴിയേണ്ടി വന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒഴിയേണ്ടി വന്നു. ഇതുവരെ ഉണ്ടാകാത്ത സാഹചര്യമാണ്. ആ സാഹചര്യത്തെ പറയുന്നത് കേൾക്കൂ. ആ സ്ഥാനത്തേക്ക് സംസ്ഥാനത്ത് വൈസ് പ്രസിഡന്റുമാർ ഒരാൾ മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. അതിലൊരാളാണ് OJ ജനീഷും. അപ്പോൾ അതിൽ കൂടുതൽ വോട്ട് കിട്ടിയ ആൾ എന്ന നിലയ്ക്ക് അബിൻ വർക്കിക്ക് കൊടുത്തില്ല എന്നുള്ളതാണ് വേണൊരു ചോദ്യം. അത് ഞാൻ പറഞ്ഞൊരു പ്രത്യേക സാഹചര്യത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ അവരോധിക്കുമ്പോൾ അവിടെ OJ ജനീഷിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കാരണം ഈ പ്രത്യേക തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്താണ് പ്രത്യേക സാഹചര്യം? അതല്ല പറഞ്ഞു വരുന്നേ. സമയമില്ല. ഒരസ്വസ്ഥതയില്ല. ശരി, എന്താണ് പ്രത്യേക സാഹചര്യം? ഒരസ്വസ്ഥതയില്ല. പ്രത്യേക സാഹചര്യം വെച്ചാൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പിണറായി വിജയനെ താഴെ ഇറക്കേണ്ട സാഹചര്യം. അതിന് ആ സാഹചര്യത്തില് മറ്റു ചില വിഭാഗങ്ങൾക്ക് പറയട്ടെ എൻ്റെ വേണു, അങ്ങനെ പ്രത്യേക സാഹചര്യം വരുമ്പോൾ, തെരഞ്ഞെടുപ്പ് സാഹചര്യം വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഒരുപാട് ഘടകങ്ങൾ നോക്കണം. ആ ഘടകങ്ങളെല്ലാം നോക്കിക്കൊണ്ടാണ് OJ ജനീഷിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. ആ ഘടകങ്ങൾ കോൺഗ്രസിന് തോന്നുന്ന അജണ്ടയാണത്.
എന്താണ് അജണ്ടയാണത്, അത് കോൺഗ്രസിന്റെ അജണ്ടയാണ്. എന്താണത്? എന്തുകൊണ്ടാണ് ആ ഘടകം ചോദിച്ചാൽ അത് അല്ലല്ല, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഒരു രാഷ്ട്രീയ കക്ഷി എടുക്കുന്ന അജണ്ട സ്വകാര്യമായ അജണ്ട, തെരഞ്ഞെടുപ്പ് അജണ്ട, അല്ല, പാർട്ടിക്ക് പുറത്തുള്ള സഹയാത്രികനായ അങ്ങേക്ക് ഈ അജണ്ട മനസ്സിലായി. പാർട്ടിയുടെ സഹയാത്രികൻ മാത്രമായിട്ടുള്ള അങ്ങേക്ക് ഈ അജണ്ട മനസ്സിലായി. സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷന് അത് മനസ്സിലാകുന്നില്ല. അതെന്തേ? അത് വല്ലാത്തൊരു അജണ്ടയാണല്ലോ. അതാണ് രഹസ്യ അജണ്ട. അതാണ് ചോദ്യം ചെയ്തത്. അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ വേണു ഇങ്ങനെ കഷ്ടപ്പെടും. അതെ, വേണു പറഞ്ഞത് കേൾക്കൂ. വേണു അസ്വസ്ഥനാവല്ലേ? ഞാൻ പറയുന്നത് കൃത്യമാണ്. അതായത് അബിൻ വർക്കിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് തിരുത്തണ്ട എന്നല്ല അദ്ദേഹം പറഞ്ഞത്. തിരുത്താനല്ല പറഞ്ഞത്. എന്നെ കേരളത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന ഇവരുടെ ഒപ്പം എന്നാ പറഞ്ഞത്. അല്ലാണ്ട് അദ്ദേഹം ഇത് റദ്ദാക്കണം എന്നല്ല പറഞ്ഞത്. എന്നെ കേരളത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് ഒറ്റവാചകം പറഞ്ഞ് അവസാനിപ്പിച്ച വാർത്താ സമ്മേളനമല്ല അത്. എന്നെ കേരളത്തിലെങ്കിലും പ്രവർത്തിക്കാൻ അനുവദിക്കൂ എന്ന നിസ്സഹായമായിട്ടുള്ള വിലാപമായിരുന്നു. കാരണം ബാക്കി എല്ലാ രൂപത്തിലുമുള്ള ഒരു ആസൂത്രണമാണ് നടന്നിരിക്കുന്നത്. അതൊന്നും വേണ്ടേ, കേരളത്തിൽ തന്നെ ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ. അതിനെന്നെ പിണറായിക്കെതിരായിട്ടുള്ളൊരു പോരാളി എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് അബിൻ പറഞ്ഞത്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ എൻ ലാൽകുമാർ, ഇവിടെ അങ്ങ് പറയുകയുണ്ടായി രമേശ് ചെന്നിത്തലയെ ഒതുക്കിയിരിക്കുന്നുവെന്ന്. ഇവിടെ അഭിജിത്തിനുമുണ്ട് പരാതി. അഭിജിത്തിനെയും ദേശീയ സെക്രട്ടറിയാക്കി ഒതുക്കിയിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ അഖിൽ എന്ന് പറയുന്നയാളും ഇതുപോലെ തന്നെ യോഗ്യനായി വരേണ്ട ഒരാളായിരുന്നു. ഈ ഘട്ടത്തിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിവാക്കപ്പെട്ട ഘട്ടത്തിലും അഖിലിന്റെ പേര് കേട്ടതാണ്. അപ്പോൾ വന്നൊരു വിചിത്ര ന്യായം എന്താണ്? അപ്പോഴൊക്കെ വന്നത് ഈ എ ഗ്രൂപ്പ് എന്ന നിലയിലുള്ള അഖിലിനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ KSC അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള സാധ്യതയും ഇങ്ങനെ തന്നെയാണ് തള്ളപ്പെട്ടത്. ഇനി ഇവിടെ ഈ പറയുന്ന അഖിൽ ഉൾപ്പെടെയുള്ള ആളുകളെ പരിഗണിക്കാതിരിക്കുന്നതിന് പറഞ്ഞ കാരണം എന്ന് പറയുന്നത് ഇതിൽ മത്സരിച്ചിട്ടില്ല എന്നതായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന ചുള്ളിയിൽ മത്സരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ലാതെ തന്നെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറഞ്ഞൊരു പുതിയ സ്ഥാനം KSC ഉണ്ടാക്കിയെടുത്തില്ലേ, ഒരു ദിവ്യാത്ഭുതം പോലെ. അപ്പോൾ എ ഗ്രൂപ്പിന് മുറിവേറ്റിരിക്കുകയാണ്. ഒരു കാര്യം കൂടി ശ്രീ എൻ ലാൽകുമാർ, നേരത്തെ സിദ്ദിഖിനെ ഇതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് എടുത്ത് ദൂരെ കളഞ്ഞു. സാക്ഷാൽ രാഹുൽ ഗാന്ധി ടാലന്റ് ടെസ്റ്റ് നടത്തിയതൊക്കെ അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ. ലിജു ആണ് വന്നത്. ലിജു മിടുക്കനുമാണ്. പക്ഷെ ഒരൊറ്റ തീരുമാനം എടുത്തു വന്ന് ഉമ്മൻചാണ്ടി ഈ പറയുന്ന സിദ്ദിഖിനെ തിരികെ എത്തിക്കാതെ ഹൈക്കമാൻഡുമായി സഹകരിക്കില്ല എന്ന് യുദ്ധപ്രഖ്യാപനമായിരുന്നു. ഡൽഹിയിൽ പിന്നെ ഒരു ഉയർന്ന പാർട്ടി കമ്മിറ്റികളിലും അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിട്ടില്ല. അവസാനം എന്താ സംഭവിച്ചത്? ഹൈക്കമാൻഡ് വഴങ്ങുന്നു, സിദ്ദിഖിനെ തിരികെ എടുക്കുന്നു, കാലാവധി പൂർത്തിയാക്കുന്നവരെ വെക്കുന്നു, പിന്നെ ലിജുവിനെ വെക്കുന്നു. ഇങ്ങനെയല്ലേ ഉണ്ടായത്? അത്തരം ഒരു യുദ്ധത്തിനും ഇപ്പോൾ എ ഗ്രൂപ്പിന് ശേഷിയില്ല. ഐ ഗ്രൂപ്പിൽ അതുപോലെ തന്നെ തലപ്പൊക്കമുള്ള നേതാവാണല്ലോ ഈ പറയുന്ന രമേശ് ചെന്നിത്തല. OC ഇല്ല, RC ഉണ്ടല്ലോ. എന്തേ ഇന്ന് വരട്ടെ എന്ന വാക്കുകളിൽ മാത്രം പ്രതികരണം ഒതുക്കിയത്? ഇനിയും കിട്ടാനുള്ള സാധ്യത നോക്കുകയാണ്. KPCC പുനഃസംഘടനയുണ്ട്, അതും കൂടെ KC പൂർണ്ണമായി അടിച്ചു കൊണ്ടുപോയിക്കൂടാ. ഐ ഗ്രൂപ്പിന് കിട്ടാനുള്ള സാധ്യതകൾ നിലനിർത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു കള്ളക്കണ്ണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഉള്ളത് കൊണ്ടാണോ ഇന്ന് ഈ വരട്ടെ പ്രയോഗം, ഇന്ന് ഇത്ര ദുർബലനായി അബിൻ വർക്കിക്ക് നിൽക്കേണ്ടി വന്നത് ഐ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായിട്ടും? ഇവിടെ നോക്കൂ, ശ്രീകുമാരേട്ടൻ പറഞ്ഞൊരു കാര്യം എന്താ, വലിയ താല്പര്യങ്ങൾ, തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വലിയ താല്പര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് അത് ചെയ്തതെന്നാണ് അല്ലേ? ആ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അത് കറക്റ്റാണ്. കാര്യം മുഖ്യമന്ത്രി ആകാൻ പറ്റിയില്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ താല്പര്യം എന്തായാലും KC വേണുഗോപാലിന് കാണുമല്ലോ. ആ KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകുന്ന ഒരു സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും താല്പര്യമുള്ള ഒരാൾ ഇരിക്കുന്നതാണ് നല്ലത്. അത് അബിൻ വർക്കി ഇരുന്ന് കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയായിട്ട് താല്പര്യമുള്ള ഒരാളാവും. അപ്പോൾ ഇങ്ങോട്ടുള്ള വരവും പ്രവർത്തനത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവും. ഇതാണ് താല്പര്യം. അതുകൊണ്ടാണ് KPCC അധ്യക്ഷനെ ഈ പറഞ്ഞ ആൾക്കാരെ ഇവരുടെ താല്പര്യത്തിനനുസരിച്ച് ആക്കിയത്. ഇതെല്ലാം ഞാൻ ഒരു കാര്യം കൂടി, സണ്ണി ജോസഫിന്റെ ദൃശ്യങ്ങളൊക്കെ നാം ഇപ്പോൾ കണ്ടതാണല്ലോ. ഇനിയിപ്പോ നമ്മുടെ കണ്ണിൽ സണ്ണി ജോസഫ് എന്താ? ശ്രീ ലാൽകുമാർ, കേരളത്തിലെ KPCC അധ്യക്ഷൻ മാത്രമല്ല, കേരളത്തിൽ KPCC അധ്യക്ഷൻ എന്ന നിലയിൽ ക്രിസ്ത്യൻ കോട്ടയിൽ കയറിയയാൾ, അങ്ങനെയല്ലേ കരുതേണ്ടത്? കാരണം ഇപ്പോ അബിൻ വർക്കി ഇങ്ങനെ പറയുകയാണ്, ക്രിസ്ത്യൻ കോട്ട ഈ പറയുന്ന സണ്ണി ജോസഫ് അടിച്ചുകൊണ്ട് പോയതുകൊണ്ട് എനിക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം കിട്ടിയില്ല. ഇങ്ങനെ പറയുന്ന ഒരു സംവിധാനത്തിൽ KPCC അധ്യക്ഷനെ ഏതു കോട്ടയിലാണ് കാണേണ്ടത്? സമുദായ കോട്ടയിലല്ലേ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വേണുവുമായിട്ടിരുന്ന ചർച്ചയ്ക്കകത്ത് ഞാനിത് വ്യക്തമായി പറഞ്ഞതാണ്. അത് അദ്ദേഹത്തിന് ഇങ്ങനെ കോൺഗ്രസ് KPCC വഴങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുതായിരുന്നു. കേരളത്തിൽ ഇതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് ഞാൻ അന്ന് പറഞ്ഞതാണ്. അത് ഇവിടെ ഉള്ളവർ കോൺഗ്രസിനുമായിട്ട് ചേർന്ന് നിൽക്കുന്നവർ മാത്രം എതിർത്ത് എനിക്ക് ഏതാണ്ട് മോശം കണ്ണുള്ളത് കൊണ്ടാണ് ഇത് പറഞ്ഞതെന്നുള്ള രീതിയിൽ ഇവിടെ മൊത്തം പ്രചരണം നടത്തി. സംഭവം എന്താ? ഇപ്പം അബിൻ വർക്കിക്ക് അത് പറയേണ്ട വന്നില്ലേ? കാര്യം എന്താ? ഇങ്ങനൊരു പ്രീസിഡൻസ് ഉണ്ടാക്കി, ഇവർ തന്നെ ഉണ്ടാക്കിയ പ്രീസിഡൻസ് ആണ്.
എനിക്ക് ഒരു സംശയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ നിലപാടിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല. KPCC അധ്യക്ഷനെ എനിക്ക് താല്പര്യം ഉള്ളപ്പോൾ പോലും അങ്ങനെയെങ്കിൽ ശ്രീ ലാൽകുമാർ ഈ പറയുന്ന KSUവിൽ NSUവിൽ യൂത്ത് കോൺഗ്രസിലൊക്കെ രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ച ഈ ജനാധിപത്യ പ്രക്രിയ ഉണ്ടല്ലോ, അതിന്റെ അന്തിമ ഘട്ടം ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഉണ്ടാകും, ഉയർന്ന വോട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ചുമതലകളിലും എത്താം. പക്ഷേ നിർണായക സന്ദർഭങ്ങളിൽ നിങ്ങൾ ഏത് സമുദായത്തിലാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമമായി നിങ്ങളുടെ ഭാഗ്യം. ഇങ്ങനെയാണോ? ഇതാണോ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഗ്ലാമർ? അതല്ലേ സംഭവിക്കുന്നേ? അതാണല്ലോ ഇവിടെ സംഭവിക്കുന്നേ. അതല്ലേ ഇപ്പൊ നോക്കൂ, KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേഫസ്റ്റ് ബെറ്റ് രാഹുൽ മാങ്കൂട്ടോ ഇരിക്കുക എന്നുള്ളതായിരുന്നു. രാഹുൽ മാങ്കൂട്ടോ ഇങ്ങനെ ദുഷ്പ്രവൃത്തി ചെയ്തതുകൊണ്ട് പുറത്തു പോയിട്ട് വന്നു. പിന്നെ അവിടെ ഇരിക്കാൻ ഏറ്റവും യോഗ്യനാരാണ്? അത് KC വേണുഗോപാലിനും ഷാഫി പറമ്പിലിനും താല്പര്യമുള്ള ഒരാൾ. കാര്യം അദ്ദേഹം ഷാഫി പറമ്പിലിനും കൂടെ കോൺഫിഡൻസിൽ എടുത്ത ഒരാളെ ആക്കുക എന്നുള്ളൂ. മറ്റേ ആൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കൂ, എന്തൊക്കെ പറഞ്ഞാലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ തലപ്പത്തേക്ക് മറ്റൊരാൾ വരുമ്പം അവർ ഈ പറയുന്ന രീതി കേട്ടോളുന്നില്ല. നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ എടുക്കൂ. അദ്ദേഹം സംഘടനയുടെ തലപ്പത്ത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ വാർത്താ സമ്മേളനം, നമ്മൾ എപ്പോഴേലും നിങ്ങളെ പ്രതികൂട്ടിലാക്കി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് വാർത്താ സമ്മേളനം നടത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. കാര്യം അതൊരു ലോക്കസ് സ്റ്റാൻഡേ ഉണ്ടാകുകയാണ്. അങ്ങനെ ഒരു ലോക്കസ് ഈ പറയുന്ന വേറൊരാൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ ഒരു കാരണവശാലും താല്പര്യമില്ലാത്തത് കൊണ്ട് 100% ഇത് ഗ്ലാമറൊന്നുമല്ല, വിടുവേലയാണ്. അതാണ് ശരി. ശ്രീ മോഹൻ വർഗീസ്, ഞാൻ ലാലിനോട് ആദ്യം ചോദിച്ചത് കോൺഗ്രസിന്റെ ഇന്നർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതിൽ അദ്ദേഹം മറുപടി നൽകിയില്ല. അങ്ങ് അത് കേട്ട് കാണുമല്ലോ, അങ്ങയുടെ മറുപടി പ്രതീക്ഷിക്കുന്നു. ഇവിടെ A ഗ്രൂപ്പിനെയും I ഗ്രൂപ്പിനെയും ഒരുപോലെ തന്നെയല്ലേ ദുർബലമാക്കിയിരിക്കുന്നത്? ഇനി ഈ പറയുന്ന OC ഇല്ല, പക്ഷേ RC ഉണ്ട്. എന്നിട്ടും അടുത്ത KPC പ്രസിഡന്റിൽ എന്തെങ്കിലും കിട്ടുക എന്ന ഭാഗ്യപരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണോ പരസ്യ വെല്ലുവിളിയിലേക്ക് RC പോകാതിരിക്കുന്നത്? ഒരു കാര്യം കൂടി, ഇവിടെ ഈ പറയുന്ന VD സതീശന്റെ സമീപനത്തിന് ഒരു പശ്ചാത്തലം കൂടെ ഇല്ലേ? നേരത്തെ രമേശ് ചെന്നിത്തല സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് വീണ്ടും ആകേണ്ടിയിരുന്നയാളാണ്. അദ്ദേഹം പോലും അറിയാതെ ഉമ്മൻചാണ്ടിയെ ഞെട്ടിച്ചുകൊണ്ട് യൂത്ത് ബ്രിഗേഡാണ് രമേശ് ചെന്നിത്തലയെ തട്ടി അപ്പുറത്തേക്കിടുകയും സതീശൻ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരികയും ചെയ്തത് അല്ലേ? അപ്പോൾ ഈ പറയുന്ന യൂത്ത് ബ്രിഗേഡിനെ ഇപ്പോൾ KC വേണുഗോപാൽ സ്വന്തം ഭാഗത്തേക്ക് അടുപ്പിക്കുന്നു. പക്ഷേ യൂത്ത് ബ്രിഗേഡിനെതിരെ പ്രവർത്തിച്ചാൽ നിലനിൽപ്പ് ബുദ്ധിമുട്ടിലാകും എന്ന ആശങ്ക സതീശനുമുണ്ട്. ഇങ്ങനെ പല ഘടകങ്ങൾ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇവിടെ ആ യൂത്ത് ബ്രിഗേഡ് എന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. കാലാകാലങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു തിരുത്തൽ ശക്തിയായത് പലപ്പോഴും യൂത്ത് ബ്രിഗേഡാണ്. അത് AK ആന്റണിയുടെയും വയലാർ രവിയുടെയും ഒക്കെ കാലത്ത് നമ്മൾ കണ്ടതാണ്. ആദ്യകാലത്ത് അപ്പോൾ കോൺഗ്രസ് പാർട്ടി തകർച്ചയുടെ വക്കലായിരുന്നപ്പോൾ ഈ കരകയറ്റി എടുത്തത് ആ ഒരു യൂത്ത് ബ്രിഗേഡാണ്. യങ് ടർക്സ് എന്നൊക്കെ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ യൂത്ത് ബ്രിഗേഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ KC പക്ഷത്തേക്ക് ചായുകയാണ്. VD സതീശൻ പക്ഷത്ത് നിന്ന യൂത്ത് ബ്രിഗേഡിൻ്റെ പ്രമുഖ നേതാക്കളായ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും എല്ലാം തന്നെ KC പക്ഷത്തേക്ക് മാറുന്നു. കാരണം അവർക്ക് മുന്നോട്ട് പോകണം. അതൊക്കെ പ്രായോഗിക യൂത്ത് ബ്രിഗേഡ് എന്ന് പറയുമ്പോഴും മുൻകാലങ്ങളെ പോലെ ആദർശം മാത്രമല്ല കൈമുതലായിട്ടുള്ളത്, പ്രായോഗിക ബുദ്ധി കൂടിയുള്ള യൂത്ത് ബ്രിഗേഡാണ്. പക്ഷെ ഒരുപാട് ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നുണ്ട്. ഗ്ലാമറുള്ള നേതാക്കളാണ്. ശ്രീകുമാർ പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ പോലും ശരിക്കും ഗ്ലാമറുള്ള നേതാക്കൾ തന്നെയാണ്. അവർക്ക് ഒരുപാട് ഈ ഇൻട്രസ്റ്റ് ഇവോക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ ഈ പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ ഈ ആരോപണ വിധേയനായി നിൽക്കുമ്പോഴും അദ്ദേഹത്തിനൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കിട്ടുന്ന വൻപൻ പിന്തുണ ഒരു സൂചനയാണ് എങ്കിൽ തീർച്ചയായും കോൺഗ്രസിൻ്റെ യുവ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് സാമാന്യ പാർട്ടി ഭേദമന്യേ വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നത് നിസ്തർക്കമായ കാര്യമാണ്. അങ്ങനെയെങ്കിൽ വളർന്നു വരുന്നൊരു നേതാവിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഏറ്റവും അധികം ഇൻവെസ്റ്റ് ചെയ്യാൻ ഒക്കുന്നത് യൂത്തിലാണ്. തങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ യൂത്ത് ബ്രിഗേഡിനെ മാനേജ് ചെയ്തുകൊണ്ട് പോകണം. അത് രാഹുൽ ഗാന്ധിയുടെ വിശാല പദ്ധതിയിൽ അങ്ങനെ തന്നെയാണ്. യൂത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലാണ്. ഇവിടെ ആകെപ്പാടെ തെറ്റുപറ്റിയത് രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ഒരു ജനാധിപത്യ പ്രക്രിയ അത് ഈ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അട്ടിമറിച്ചു എന്നൊരു പ്രതീതി വരുന്നത് ഒരുപക്ഷെ പ്രോസസ്സിന് അത്ര നല്ലതല്ല. രാഹുൽ ഗാന്ധിയുടെ ഒരു ക്രെഡിബിലിറ്റിക്ക് പോലും അതത്ര ചേർന്നതുമല്ല. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ വലങ്കയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഇവിടുത്തെ സമവാക്യങ്ങളും അവിടുത്തെ സമവാക്യങ്ങളും എല്ലാം ചേരുമ്പടി ചേരുന്ന ഒരു അസാധാരണ സന്ദർഭത്തിൽ ബലിയാടിൻ്റെ പേരാണ് ഇന്ന് അബിൻ വർക്കി. ശ്രീകുമാർ എനിക്ക് വരാൻ കഴിയുമോ എന്നറിയില്ല, പക്ഷേ സനോജിന് ഒരു അവസരമേ കിട്ടിയിട്ടുള്ളതുകൊണ്ട് സനോജ് ശ്രീകുമാർ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി വേഗം, സമയം കഴിയുകയാണ്. അല്ല, ഈ ശ്രീകുമാർ പലപ്പോഴും സ്വതന്ത്ര നിരീക്ഷകൻ എന്നൊക്കെ വന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ യഥാർത്ഥ വക്താവായിട്ടാണ് എപ്പോഴും അദ്ദേഹം ചാനൽ കാര്യങ്ങളൊക്കെ പറയുന്നത്. അദ്ദേഹം ഇവിടെ പറയുമ്പോൾ തന്നെ മറച്ചു വെക്കുകയാണ്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറഞ്ഞു.
രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ തന്നെ ചാനലിൽ വന്ന് ന്യായീകരിക്കാതിരുന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ന്യായീകരിക്കാൻ വേണ്ടി വന്നിരുന്ന ആൾ നിങ്ങളാണ്. നമുക്കറിയാം, നമ്മൾ ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ടല്ലോ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രത്യേക സാഹചര്യം കൊണ്ട് ഒഴിവാകേണ്ടി വന്നു എന്നൊക്കെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സാഹചര്യം? സാഹചര്യം എന്താണ്? ആ സാഹചര്യം ഗ്ലാമറുള്ള സാഹചര്യമാണോ? നിങ്ങൾ പറഞ്ഞല്ലോ യൂത്ത് കോൺഗ്രസ് ഭയങ്കരമായ ഗ്ലാമറിലേക്ക് എത്തിയെന്ന്. എത്ര പെൺകുട്ടികളാണ് നിലവിളിച്ചുകൊണ്ട് ഗർഭചിത്രത്തിന് വിധേയമാക്കിയ കാര്യം ഇവിടെ പറഞ്ഞത്? എത്ര പെൺകുട്ടികളുടെ ഓഡിയോ സന്ദേശങ്ങൾ, എന്തെല്ലാം വീഡിയോ സന്ദേശങ്ങളാണ് വിവിധ ചാനലുകളിൽ ഉള്ളത്? കുറെ കാര്യങ്ങളുടെ പുറത്തു വന്നല്ലോ. ഇന്ന് വരെ രാഹുൽ മാങ്കൂട്ടം ഇത് എനിക്കെതിരായിട്ട് വ്യാജമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ സന്ദേശമാണ്, ഇന്ന് ചാനൽ ഇതാ പ്രക്ഷേപണം ചെയ്തിരിക്കുന്നു, ആ ചാനലിനെതിരായിട്ട് ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. എത്ര യൂട്യൂബർമാർ എന്തെല്ലാം ആക്ഷേപങ്ങൾ ഉന്നയിച്ചു? ആർക്കെങ്കിലും എതിരായിട്ട് ഒരു വെള്ള പേപ്പറിൽ ഒരു പരാതി എഴുതി കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ പത്രക്കാരുടെ മുന്നിൽ വന്നിട്ട് എന്തെല്ലാം കാര്യങ്ങൾ പറയുന്ന ആളാണ്, ഈ ആരോപണം തെറ്റാണ്, ഇത് എൻ്റെ വോയിസ് അല്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾ തന്നെ വീണ്ടും യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനെയും നിയോഗിക്കാൻ കെൽപ്പുള്ളവരായി മാറുന്നു എന്നതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ അവസാനമായി സനോജ് ഒരു കാര്യം കൂടി. ഷാഫിയും മാങ്കൂട്ടവും നിങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ പോർമുനകൾ തന്നെയായിരുന്നു. ഈ ജനീഷിനെ നിങ്ങൾക്കറിയുന്നതാണ്, ഈ പറയുന്ന ചുള്ളിയിലെ നിങ്ങൾക്കറിയുന്നതാണ്. നിങ്ങളെ സംബന്ധിച്ചൊരു ആശ്വാസമാണോ? കാരണം അങ്ങനെ ആക്രമണോത്സുകമായൊരു നേതൃനിരയല്ല ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലേക്ക് പുതുതായി വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, യൂത്ത് കോൺഗ്രസിൽ ഇപ്പോൾ ഷാഫി തിരിച്ചു വന്നാലും അല്ലെങ്കിൽ മാങ്കൂട്ടം തന്നെ തിരിച്ചു വന്നാലും ഇനി OJ ജനീഷ് മാറിയിട്ട് മറ്റേ ഇപ്പോഴത്തെ അബിൻ വർക്കി വന്നാലും ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. ശരി, ഞങ്ങൾക്ക് മാത്രമല്ല കേരളീയ സമൂഹത്തിനും അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇവരെല്ലാം എല്ലാ കാലത്തും യുവാക്കളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടില്ല. ഇവരെല്ലാ കാലത്തും കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തിന്റെ പ്രധാനപ്പെട്ട വക്താക്കളായിട്ടും അതിന്റെ ഉപജാപകം നിർമ്മിക്കുന്ന ആളുകളായിട്ട് മാത്രമാണ്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഉമ്മൻചാണ്ടിയെ ആരാണ് ആദ്യം വെട്ടിയത്? VD സതീശന് വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടി ആദ്യം വെട്ടാൻ നേതൃത്വം കൊടുത്തത് ഷാഫിയാണ്. അരുമ ശിഷ്യനായിരുന്നല്ലോ ഷാഫി. സിദ്ദിഖ് എന്താ ചെയ്തത്? ഈ MLA മാരൊക്കെ എന്ത് ചെയ്തു? എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മാറിയേനെയല്ലോ. പറയാതെ അറിയാതെ ചെയ്യുന്ന ഒരു ടീമാണ് ഇപ്പോൾ ഇത്രയും ശക്തമായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നിപ്പോ നന്നായി ഉപദേശിച്ചിരിക്കുന്നത് സണ്ണി ജോസഫ് അബിൻ വർക്കിയെ. നേരത്തെ ഒരാൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ദിരയെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്ന്. ഇന്ന് സണ്ണി ജോസഫ് അബിൻ വർക്കിക്ക് കൊടുത്തിരിക്കുന്ന സന്ദേശം ഇതാണ്: KCയെ വിളിക്കൂ, സ്വന്തം കസേര രക്ഷിക്കൂ എന്ന്. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്പെഷ്യൽ എഡിഷനിൽ ഒരിടവേള കൂടി.